തുടങ്ങി. അയ്യോ എടാ ഇത് ശബ്ദം കൂട്ടണവിടെ. വിജയഭാസ്കർ ജി തുടങ്ങാം. വെൽക്കം ഓൾ. ഇന്ന് നമ്മുടെ ഫ്രൈഡേ സീരീസിൻ്റെ പോസ്റ്റ് ഫ്രൈഡേ സീരീസിൻ്റെ 5ാമത്തെ എഡിഷനാണിത്. ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് അനുപമ IAS മാഡം, അതുപോലെ തന്നെ സജി ഗോപിനാഥ് PO. ഇവർ രണ്ടുപേരുമായിരിക്കും ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ഈ സീരീസ് ഈ കോവിഡ് സിറ്റുവേഷനിൽ വീടുകളിൽ അടച്ച് ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കുട്ടികളിലും അവരോട് സഹകരിക്കുന്ന ആളുകളിലും ഒക്കെ ഒരു പോസിറ്റിവിറ്റി എന്തൊക്കെയാണ്, ഇനി കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞാലുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിനും
അതിനെക്കുറിച്ച് വിശകലനം ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എമിനന്റ് പേഴ്സണാലിറ്റീസിനെ ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ടോക്ക് സീരീസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇപ്പം ലൈവായിട്ട് ഫേസ്ബുക്കിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലും ഇത് പോകുന്നുണ്ട്. നമ്മുടെ ഒരു ഓർഡർ ഈ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മുടെ ബഹുമാന്യ വിജയൻ സാറ് നമുക്ക് പറഞ്ഞു തരും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം സ്പീക്കേഴ്സിലേക്ക് പോകുന്നുണ്ട്. സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സാപ്പിലോ സൂമിൻ്റെ ചാറ്റിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ലൈവിലോ നിങ്ങൾക്ക് പിന്നെ പറയാവുന്നതാണ്. അതനുസരിച്ചിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സെഷനിൽ നമ്മൾ അത് ഉൾപ്പെടുത്തും. ചില കാര്യങ്ങളൊക്കെ സ്പീക്കേഴ്സിൻ്റെ പ്രസൻറ്റേഷനിൽ തന്നെ ക്ലാരിറ്റി കിട്ടുകയും ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പിന്നെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ നിങ്ങൾക്ക് ഇതിന് ശേഷവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്പീക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നിരഞ്ജന ക്ഷണിക്കുന്നു. മ്യൂട്ട് മാറ്റിയേ. നിരഞ്ജന സ്റ്റാർട്ട് ചെയ്തോളൂ. സോറി, എല്ലാവർക്കും നമസ്കാരം. ഇടയ്ക്ക് എന്റെ സൂം കണക്ഷൻ പോയി. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ദൗത്യം നമ്മുടെ സ്പീക്കേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അനുഭവ മാഡത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ബിറ്റ്സ് പിലാനിയുടെ ഗോവ ക്യാമ്പസിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം 2010 മാഡം സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷയിൽ മാഡം ഓൾ ഇന്ത്യ 4ാം റാങ്ക് കരസ്ഥമാക്കി. അതിനുശേഷം ഫുഡ് കമ്മീഷണർ ഓഫ് കേരള, ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ, തൃശൂർ ഡിസ്ട്രിക്ട് കളക്ടർ കൂടാതെ നിരവധി പദവികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ മാഡം എടുത്ത പല ശക്തമായ തീരുമാനങ്ങളും മാഡത്തിന് ജനപ്രീതി നേടി. ഇപ്പോൾ വനിതാ ശിശു വകുപ്പിന്റെ ഡയറക്ടറാണ്. സജി ഗോപിനാഥ് സാർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജായ IISc ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അതിനുശേഷം ലാസൻ ആൻഡ് ടൂബ്രോ എന്ന കമ്പനിയിൽ കരിയർ ആരംഭിച്ചു. 17 വർഷത്തോളം IIM കോഴിക്കോട് പ്രവർത്തിച്ചു. ഇത് കൂടാതെ ONGC, TA മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മണിപ്പാൽ, GMR ഗ്രൂപ്പ് പോലെ ഒട്ടേറെ സ്ഥാപനങ്ങളുടെ കൂടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആണ്. ഈയിടെ നമ്മുടെ ഗവർണർ അദ്ദേഹത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിജിറ്റൽ സയൻസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയുടെ ആദ്യ വൈസ് ചാൻസലറായി നിയമിച്ചു. വളരെ പ്രഗത്ഭരായ ഞാൻ ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. അടുത്തതായി ഗോൾഡ് കോൺഷ്യസ്നസ് എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ വിജയൻ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു നിരഞ്ജന. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. പ്രിയപ്പെട്ട അനുപമ, ശ്രീ പ്രൊഫസർ സജി സർ, പിന്നെ കഴിഞ്ഞ കുറച്ച് 4ാമത്തെ സീരീസാണ് ഈ സെക്കൻഡ് സീരീസിൽ പോകുന്നത്. അതിൻ്റെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സ്, അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സ്, ഞങ്ങളുടെ വേരിയസ് പ്രോഗ്രാമിൻ്റെ മെമ്പേഴ്സ്, പിന്നെ ലാർജ് നമ്പർ ഓഫ് സിവിൽ സൊസൈറ്റി മെമ്പേഴ്സ് ഫ്രോം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. ഈ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടുള്ള ഞങ്ങളുടെ ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരു ലാർജ് ഗ്രൂപ്പിന് അവരെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ സീരീസിലെ ലാസ്റ്റ് 2 ടോക്സ് എന്ന് പറയുന്നത് ഒന്ന് ടൈം കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടും സമയബോധത്തെ കുറിച്ചിട്ടും, തൊട്ട് മുമ്പുണ്ടായിരുന്നത് പവർ ഓഫ് ഡ്രീംസ് എന്നുള്ളതാണ്. വളരെ ആക്റ്റീവായിരിക്കുന്ന 2 സെക്ഷൻസ് ആയിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽ വന്നിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് രണ്ടും മൂന്നാമത്തതും കണക്ട് ചെയ്തിരിക്കുന്ന അൾട്ടിമേറ്റ് എയിം ഓഫ് പോസ് എന്നുള്ള പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം, ജീവിതത്തിൽ എങ്ങനെ ഹാപ്പിനെസ് ആൻഡ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങൾ, അതിലൂടെ തിരിഞ്ഞു വന്നിരിക്കുന്ന ചില തിയറികളോ സിദ്ധാന്തങ്ങളോ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെക്കുക എന്നുള്ളത്. അത് അതേപോലെ ആരും തന്നെ കോപ്പി ചെയ്യാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത്. ഇത് ഇവിടെ പങ്കെടുക്കുന്നവരിൽ അഡോൾസൻസും യങ്സ്റ്റേഴ്സും ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുണ്ട്.
അവർക്ക് എല്ലാവരുടെയും ജീവിതത്തെ കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ, ഒരുപക്ഷെ റീസെറ്റ് ചെയ്യാനോ ഒക്കെ ഉപകരിക്കുന്നതാണ് ഇത്തരം ടോക്കുകൾ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗോൾ കോൺഷ്യസ്നസ്, നേരത്തെ പറഞ്ഞിരിക്കുന്ന 2 ടോപ്പിക്കിന്റെ ഒരു സീക്വലായിട്ട് തന്നെ പറയാവുന്നതാണ്. സമയബോധം എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സമയത്തെക്കുറിച്ചുള്ള ചിന്തകൾ, കാരണം സമയം എന്ന് പറയുന്നതാണ് നേരത്തെ നമ്മൾ സൂചിച്ച പോലെ പണം, സമയം തന്നെയാണ് സന്തോഷം, സമയം തന്നെയാണ് ജീവിതം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാണുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാത്തിനെയും മുന്നോട്ടേക്ക് നയിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വപ്നമാണ് എന്നൊന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഡ്രീമാണ്. എല്ലാത്തിൻ്റെയും തുടങ്ങുന്നത്, അല്ലെങ്കിൽ എല്ലാം 2 പ്രാവശ്യം നമ്മൾ നേരെ സൂചിച്ചു, 2 പ്രാവശ്യം തുടങ്ങുന്നു എന്നും അതിൽ 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൂ. അതിൽ ആദ്യത്തത് മനസ്സിലും രണ്ടാമത്തത് പ്രവൃത്തിയിലാണ്. പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു സ്വപ്നവും അതിനോടൊപ്പം തന്നെ ഒരു ഗോളില്ല എങ്കിൽ അത് വെറും സ്വപ്നമായി അയാഥാർത്ഥ്യമായി പോകും എന്നുള്ളതാണ് പലരുടെയും ജീവിതാനുഭവങ്ങൾ പറഞ്ഞത്. ഗോളും സ്വപ്നവും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഡ്രീമും ഗോൾസും ലക്ഷ്യവും തമ്മിലുള്ള ഒന്ന്, അത് ഹൗ ടു അച്ചീവ് ഇറ്റ്, അതിനെ റിയലൈസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ ഒരു ജേണിയാണ് ഈ ഗോൾ കോൺഷ്യസ്നസ് എന്ന് പറയാം. ഒരു നമ്മളെ സ്വപ്നങ്ങളെ റിയലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ ജേണിയാണ്. അതിലെ വിവിധ ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗോൾ കോൺഷ്യസ്നസ് എന്നുള്ളത് പറയാവുന്നതാണ്. അതായത് ഹൗ ടു അച്ചീവ് ഇറ്റ്, വെൻ ടു അച്ചീവ് ഇറ്റ്, വേർ ടു അച്ചീവ് ഇറ്റ് എന്നൊക്കെ ഉള്ളത്, ഇതിന്റെ എപ്പം നമ്മൾ അത് എങ്ങനെ നേടിയെടുക്കാം, എങ്ങനെ ചെയ്തെടുക്കാം, എവിടെ ചെയ്തെടുക്കാം എന്നൊക്കെയുള്ള ചിന്തകളാണ് ഒരുപക്ഷെ ഗോളിന് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ടൈം ലൈൻ ഇല്ലാത്ത ഏതൊരു സ്വപ്നവും ഒരു സ്വപ്നം മാത്രമായി തീരും. ഗോൾ എന്ന് പറയുന്നതും സ്വപ്നവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാര്യം അതിനുണ്ടായിരിക്കുന്ന അതിനുള്ള ടൈം ലൈൻ ആണ് എന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു വളരെ നമ്മളെയൊക്കെ ഏറെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന 20-ാം നൂറ്റാണ്ടിന്റെ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് യു ഹാവ് ടു ലിവ് ഹാപ്പി you must tied up with a goal. You must tied it with a goal, not with person or things എന്ന് പറയുന്നത്. ഇതൊരു വളരെ വളരെ ഉയർത്തി ചിന്തിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെ ജീവിതത്തെ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ്, ഒരു വ്യക്തിയോടോ അതല്ല ഒരു സംഭവത്തോടെ അല്ല, ആണ് നമ്മൾ ജീവിതത്തിന്റെ ഏറ്റവും അനന്തമായിരിക്കുന്ന സാധ്യതകളെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഒരു അല്ലെങ്കിൽ ഒരു പ്രശ്നം പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒരു തുടങ്ങി വെച്ചിടത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസരം വരും. ഇവിടെ ഈ പലപ്പോഴും ഈ ഗോൾ കോൺഷ്യസ്നസ്, നമ്മുടെ ഒരു ഗോൾ സെറ്റിംഗ് എന്നുള്ള ഒരു വേർഷൻ ഇവിടെ എടുക്കാതെ ഗോൾ കോൺഷ്യസ്നസ് എന്ന് എടുത്തിരിക്കുന്നത് വളരെ മനഃപൂർവ്വമാണ്. ലക്ഷ്യത്തെ നമ്മൾ ഉറപ്പിക്കുകയല്ല, ലക്ഷ്യത്തെ കുറിച്ചിട്ടുണ്ടാവുന്ന ഒരു ബോധം സൃഷ്ടിക്കലാണ് നമ്മളിവിടെ നടത്തുന്നത്. ലക്ഷ്യമെന്ന് പറയുന്നത് അനന്തമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ അനന്തമായിരിക്കുന്ന ഒരു യാത്രയായിരിക്കും. അത് ഈ ചില ആളുകൾ പറയാറുണ്ട്, ബഫറ്റ് ഒക്കെ, ലോകത്തിലെ വലിയ റിച്ചസ്റ്റ് പേഴ്സൺമാരിൽ ഒരാളായിരിക്കുന്ന ബഫറ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, 20-ാം വയസ്സിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമായിരിക്കില്ല 60-ാം വയസ്സിൽ ഞാൻ വെക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ പലപ്പോഴും ഈ ലക്ഷ്യത്തിന്റെ പലപ്പോഴും എന്തുകൊണ്ട് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, അതിൽ വളരെ സിമ്പിൾ ആയിരിക്കുന്ന കാര്യങ്ങളിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. പലരും ജീവിതത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ലക്ഷ്യബോധമില്ല എങ്കിൽ, നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ പോയി എവിടെയും എത്തിച്ചേരാത്ത രീതിയിലായി പോകും. നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുകയാണെങ്കിൽ, ആ വ്യക്തമായ ധാരണ ഇല്ലാതെ നമ്മൾ എവിടെയൊക്കെയോ പോയി കറങ്ങിത്തിരി. ഇതാണ് വിജയൻ സാറ്. സർ മൈക്ക് മ്യൂട്ടാണ് സർ. വിജയൻ സാർ മ്യൂട്ടിലാണ്. ഓക്കെ, ചെയ്യുന്നതാണ് പ്രശ്നം. ഓക്കെ, പ്ലീസ് ബി കെയർഫുൾ, കാരണം ബാക്കിയുള്ളവർ മ്യൂട്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു തന്നത്, ഒരു ലക്ഷ്യത്തെ കുറിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ബോധം ഇല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി തിരിച്ചു വരുന്ന ഒരു ഘട്ടം നമുക്ക് വന്നേക്കാം. അത് ഒരു രീതി, നമ്മളുടെ ഒരു
മുൻകൂട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു വഴിയിലേക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചേരണമെങ്കിൽ അതിനൊരു ലക്ഷ്യത്തിൻ്റെതായിരിക്കുന്ന അനിവാര്യത വളരെ ഉണ്ട്. മാത്രമല്ല നമ്മൾ പല ഫിലോസഫിക്കലായ ആളുകളും പറയാറുണ്ട്, നമ്മൾ എന്താണോ എന്നുള്ളത് നമ്മൾ എന്താണ് കുറിച്ചിട്ടാണോ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എന്തിനെ കുറിച്ച് കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ എടുത്തു നോക്കിയാലും, ഒരു നല്ല ഡോക്ടർ എന്ന് പറയുന്നതോ, നല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞതോ, നല്ലൊരു ടീച്ചർ എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നതോ ഒക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചിന്തിക്കുന്നു തുടർച്ചയായി എന്നുള്ളതാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ ഏതൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞത് ഏതോ ഒരു ലക്ഷ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത കൂടി ആണ് എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും തന്നെ ലക്ഷ്യത്തിനുള്ള വേറെ അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കൊക്കെ പക്ഷേ നമുക്കറിയാം, ഈ മൈക്കിൾ ഫെൽപ്സിനെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡലുകൾ, ഏറ്റവും കൂടുതൽ മെഡലുകൾ ഒളിമ്പിക്സിൽ നേടിയിരിക്കുന്ന 28 മെഡലുകൾ, അതിൽ 23 എണ്ണം നേടിയിരിക്കുന്നത് സ്വർണം തന്നെയാണ്. അദ്ദേഹം സ്കൂളിൽ 6 വയസ്സാവുമ്പം അദ്ദേഹത്തിന്റെ ടീച്ചർ പറഞ്ഞു അമ്മയോട്, ഈ കുട്ടിക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല, വളരെ പ്രയാസമാണ് ആ കുട്ടിയെ പഠിപ്പിക്കാൻ. അതിന് ADHD എന്ന് പറയുന്ന അറ്റൻഷൻ ഡെഫിഷ്യൻസിയുടെ ഹൈ ഡിസോർഡർ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയെ പിന്നീട് അതിന്റെ വഴികളിലേക്ക് എത്തുക, അത് വെള്ളത്തിൽ അല്ലെങ്കിൽ നീന്തൽ എന്നുള്ള പ്രോസസ്സിൽ എത്തുകയും, നീന്തലിൽ നിന്നും ഇയാൻ തോപ്പ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ സ്വിമ്മർ ഉണ്ട്, അയാളെ കുറിച്ച് എങ്ങനെയോ ഒരു ചിന്ത മനസ്സിൽ വരികയും അയാളെ പോലെ ഞാൻ ആയിത്തീരണമെന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിൽ വരികയും, ആ ലക്ഷ്യത്തിൽ നിന്ന് എത്തിയിട്ടാണ് പിന്നീട് എന്തായത്, തൻ്റെ എല്ലാ ഡെഫിഷ്യൻസിയെയും മറികടന്നുകൊണ്ട് തുടർച്ചയായിട്ട് 2000 മുതൽക്ക് തുടർച്ചയായി എല്ലാ ഒളിമ്പിക്സിലും മെഡൽ മാഴുന്ന, ലോകത്തിൽ ഇത്രയും കൂടുതൽ മെഡൽ നേടിയിരിക്കുന്ന ഒരു വ്യക്തി ഇല്ല എന്നുള്ളത്. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ട്. ആ ഡിപ്രഷനെ പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതിജീവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷ്യബോധമാണ്. അപ്പം നമ്മളെ ജീവിതത്തിന് ഒരു അർത്ഥം കൊടുക്കുന്നത് ലക്ഷ്യബോധമാണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങളെ അതിജീവിക്കുന്നത് ലക്ഷ്യബോധമാണ്. നമ്മളെ ജീവിതത്തിൽ ഹാപ്പിനെസ് ആൻഡ് സക്സസ് നൽകുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലക്ഷ്യബോധമാണ്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ലക്ഷ്യബോധം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ അർത്ഥവത്താക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, ലക്ഷ്യബോധം എന്ന് പറഞ്ഞത് ചിലരുടെ ഒരു പ്രശ്നം, ഗോൾ സെറ്റിങ്ങിലുള്ള ഒരു പ്രശ്നം, അവർ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് എത്തിപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർലി ഒരു പരീക്ഷയിൽ നല്ലൊരു മാർക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ഉദ്യോഗത്തിലേക്ക് എത്തിപ്പെടുന്നു, അതോടുകൂടിയിട്ട് നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ലക്ഷ്യം അവിടെ വെച്ച് അവസാനിക്കുന്നത് പോലെയുള്ള ഒരു പെരുമാറ്റം കൊണ്ട് അതിന്റെ വലിയ ദുരന്തവും ഈ ഇന്ത്യ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ഒരു ഹാപ്പിനെസ്സിലേക്ക് നയിക്കുകയും അതിനൊരു വലിയൊരു പർപ്പസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മളെ രാജ്യത്തിലൊക്കെ ഒരുപാട് വലിയ കണ്ടുപിടുത്തങ്ങളോ വലിയ ഇന്നോവേഷൻസോ ഒന്നും കാണാതെ പോകുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ എത്ര നോക്കിയിട്ടും വലിയ രീതിയിലുള്ള പാത്ത് ബ്രേക്കിംഗ് ആയിരിക്കുന്ന, മറ്റുള്ളവർ കോപ്പി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളെ രാജ്യത്ത് ഇനിയും വരേണ്ടതുണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ ഈ ലക്ഷ്യത്തെ മഹത്വൽക്കരിക്കുക എന്നുള്ളതിന് സാധാരണ ഒരു ലക്ഷ്യം പോരാ, അതിനുള്ളിൽ ഒരു ഗ്രേറ്റർ പർപ്പസ് കൂടി ഉണ്ടായിരിക്കണം. അത് തന്നിൽ നിന്നും വിഭിന്നമായിട്ട് മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും ഒരു ഉപകാരപ്രദമാകുന്ന, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് കാരണമാകുന്ന ഒരു ലക്ഷ്യമായി കഴിയുമ്പോഴാണ് ഗോൾ വിത്ത് നോബിൾ പർപ്പസ് എന്നായിത്തീരുന്നത്. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ നമ്മുടെ മാത്രം ജീവിതമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി മാറ്റിമറിക്കാൻ കഴിയുള്ള അതിശക്തമായിരിക്കുന്ന ഒരു ഇൻവിസിബിൾ വെപ്പനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ നമ്മുടെ ഫ്രൈഡേ സീരീസിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന 2 ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന സജി ഗോപിനാഥ് സാർ. അദ്ദേഹത്തെ നമ്മളെ ടോക്കിന്റെ സീരീസിൽ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം CEO ഓഫ് സ്റ്റാർട്ടപ്പ് മിഷൻ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ലക്ഷ്യബോധത്തിന്റെ യാത്രകളിലുള്ള ഒരുപക്ഷെ ഇനിയും അനന്തമായി മറ്റ് യാത്രകൾ തുടരാനുള്ളതിന്റെ ഒരു നമുക്കൊക്കെ ഒരു മാതൃകയാകുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്ന് പറയാം. അതോടൊപ്പം അനുപമ, one of the best police bureaucrats in Kerala. അങ്ങനെയുള്ള 2 വ്യക്തികൾ നമ്മളെ കൂടെ ഉണ്ടാകുന്നത് നിങ്ങളുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനും ചിന്തകളെ ഒരു പക്ഷേ മാറ്റിമറിക്കാനും അതോടുകൂടി
വേറെ കുറെ ഒരു നോബിൾ ആയിരിക്കുന്ന ഗോളിലേക്ക് നിങ്ങളെ നയിക്കാനും ജീവിതം കൂടുതൽ അർത്ഥവത്വവും കൂടുതൽ മീനിങ് കൂടുതൽ ഹാപ്പിയുമാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രേരിപ്പിക്കുന്നു. താങ്ക് യു ടു ഓൾ ഓഫ് യു. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് സർ. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തതന്നെ. നമുക്ക് ഇനി അധികം വൈകാതെ നമ്മുടെ സ്പീക്കേഴ്സിന്റെ അടുത്തേക്ക് പോവാം. നേരത്തെ സാർ പറഞ്ഞ പോലെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല 2 വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഈ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ കുറച്ച് പേര് സൂമിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ആയിരക്കണക്കിന് ആളുകൾ ഫേസ്ബുക്ക് ലൈവായിട്ടും ഈ പ്രോഗ്രാം ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരെ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒട്ടും സമയം കളയാതെ നമുക്ക് സ്പീക്കേഴ്സിന്റെ അടുത്തേക്ക് പോവാം. എനിക്ക് ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ അനുപമ മാഡത്തിന്റെ അടുത്ത് നിന്ന് തുടങ്ങാം. അതില് സജി സാർ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളപ്പുറത്തുണ്ട്. പക്ഷെ ഇതിലൊരു ചെറിയ സ്വാർത്ഥത കൂടി ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പദ്ധതിയുടെ ഡയറക്ടർ കൂടിയാണ് മാഡം. അപ്പൊ അതിന്റെ ഒരു സ്വാർത്ഥതയും കൂടി ഉണ്ട്. സജി സാർ ക്ഷമിക്കണം. മാഡം, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, മാഡം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള, ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കുകയും അതോടൊപ്പം തന്നെ വളരെ കാര്യശേഷിയോടുകൂടി മർമ്മപ്രധാനമായിട്ടുള്ള ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മാഡത്തിന്റെ ഒരു ജീവിതാനുഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മാഡം എങ്ങനെയായിരിക്കും ഈ ഗോൾ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ലക്ഷ്യബോധം എന്നുള്ളതിന് മാഡം എങ്ങനെയായിരിക്കും വിശദീകരിക്കാമെന്ന് കേട്ടാ കൊള്ളാം. മാഡം സേഫ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത്? ക്ലിയർ ആണ്. ഓക്കെ. എനിക്ക് ഒരു ഗോൾ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കൊരു ഡെഫിനേഷനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതേ സമയം തന്നെ എൻ്റെ അടുത്ത് വിജയൻ സാർ ഈ ടോക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഗോൾ സെറ്റിങ്ങിലേക്ക് കടക്കരുത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തുടങ്ങാവുന്ന ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ സമയത്ത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗോൾ എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കഴിയുന്നതും ക്ലിയർ ചെയ്യുക, ആ രീതിയിൽ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ഗോളിൽ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, ഗോളിനെ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഭാഗത്തെ നോളജ് ഇത്രയും ദിവസത്തിനുള്ളിൽ നമ്മൾ അക്യൂർ ചെയ്യണം, ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അത് ചെയ്യും. അപ്പോൾ ആ ഒരു പാർട്ടാണ്. കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കേൾക്കുന്നില്ല? ഓക്കെ. അപ്പോ ഈ ഒരു ഗോളിനെ ഞാൻ അന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ഷോർട്ട് പീരീഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതിൽ ഒന്നിരിക്കുന്ന ബ്രേക്ക് ചെയ്തിട്ട് ഞാനത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെറ്റിംഗ് ക്ലിയർ ആണെന്ന് എൻ്റെ മനസ്സിലൊരു ബോധമുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഗോൾ സെറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, സ്മാർട്ട് ഗോൾ എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പറയാണ്. നമ്മളൊരു ഏത് ലെറ്റർ വെച്ചിട്ടും ഒരു ഗോളിനെ സപ്പോർട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ സ്മാർട്ടിന് സാധാരണ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് സ്മാർട്ടാണ്. അത് സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിയലിസ്റ്റിക്, ടൈംഡ്, അതാണ് ആ സ്മാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇത്രയും പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഗോൾ ശരിക്കും ഒരു സ്മാർട്ട് ഗോൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഒരു വസ്തുത. അത്തരത്തിലുള്ള ഒരു സ്മാർട്ട് ഗോൾ ഞാൻ സെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് ചില സാഹചര്യങ്ങൾ. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നുന്നത് അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇന്നത്തേക്ക് ഞാൻ സെറ്റ് ചെയ്തൊരു ഗോളിന്റെ കാര്യം എടുക്കുക. ഞാനത് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരാണെന്നുള്ളതുകൊണ്ട് അവരുടെയും കൂടെ കണ്ടെക്സ്റ്റിൽ പറയാണ്. അപ്പൊ ഇന്ന് രാത്രി 11 മണിക്ക് മുമ്പ് നമ്മൾ തീർക്കാനുള്ള ഒരു കാര്യം സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സമയമൊക്കെ നിശ്ചയിച്ച് ഞാൻ സെറ്റ് ചെയ്ത ഒരു കാര്യമാണ്. എന്നിട്ടും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ അതെല്ലാം തീരുമാനിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്, നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈഡായിട്ട് നമ്മൾ കാണുന്ന ഒരു മൂവി എന്ന് പറഞ്ഞാൽ സൂഫിയും സുജാതയും ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈം അക്കൗണ്ട് ഇല്ല, പക്ഷെ അതുള്ള കസിൻ നിങ്ങൾക്ക് കുറച്ചു നേരം അദ്ദേഹത്തിന്റെ പ്രൈം അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ തന്നു. അതോടെ ഒരു 2-2.5 മണിക്കൂർ നമ്മൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. അത് നമ്മുടെ ഒരു ഗോളിനെ ബാധിക്കും. സ്മാർട്ട് ഗോൾ ആയിരുന്നു, കൃത്യമായിട്ട് സെറ്റ് ചെയ്തിരുന്നു, എന്നിട്ടും അതിനെ ബാധിക്കും. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ആ ഒരു കോൺഷ്യസ് ആയിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ തീർക്കേണ്ട ഒരു ടാസ്ക് എന്റെ മുന്നിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് വന്നപ്പോ ഈ ഒരു കാര്യം വന്നപ്പോ നമ്മൾ അതിനെ പലപ്പോഴും വിളിക്കുന്ന പേര് ടെംപ്റ്റേഷൻ എന്നും ഡിസ്ട്രാക്ഷൻ എന്നൊക്കെയാണ്. പക്ഷെ അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഒരു നല്ലൊരു പേരുണ്ട് അതിന്, ഒരു അൺകോൺഷ്യസ് ഗോൾ എന്ന് പറയുന്നത്.
അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തു. പക്ഷെ ഞാൻ കുറെ ദിവസങ്ങളായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എനിക്കൊരു ബ്രേക്ക് വേണം. അതുകൊണ്ട് തന്നെ ഐ ഡിസേർവ് ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ആരോ പറയുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ആ ഒരു ചിന്ത നമ്മളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോയി നമ്മൾ ആ ഒരു ഗോൾ അച്ചീവിൽ നിന്ന് തടയാം. ഇനി മറ്റൊരു കാര്യം പറയുവാണ്, നമ്മൾ എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു. പക്ഷെ ഇന്ന് വൈകിട്ട് പെട്ടെന്ന് നമ്മുടെ ഒരു റിലേറ്റീവിനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യം വന്നു. അപ്പൊ അതൊരു എക്സ്റ്റേണാലിറ്റി ആണ്. അപ്പൊ വീട്ടിൽ തന്നെ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, അതല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായത് ഞാൻ വിട്ടുപോയി. അങ്ങനെയാണ് ഞാൻ ആ ഗോൾ സെറ്റ് ചെയ്തത്. അപ്പോഴാണെങ്കിലും എന്റെ ഗോളിന് കുഴപ്പമുണ്ടായിരുന്നില്ല, ശരിക്കും റിയലിസ്റ്റിക് ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു എക്സ്റ്റേണാലിറ്റി ഞാൻ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഗോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾ കോൺഷ്യസ്നെസ്സിനെ പറ്റി പറയാനുള്ള കുറച്ചുകൂടി എളുപ്പമാവുന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് നമ്മൾ ആ ഒരു ഗോളിന്റെ പ്രിമൈസസിനെ കൂടി മനസ്സിലാക്കി, ആ ഒരു റിയലിസ്റ്റിക് ആണെങ്കിൽ പോലും ഒരു പ്രിമൈസ് കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പാത്ത് നമുക്ക് ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം, നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി മാത്രമല്ല, ആ അച്ചീവ് ചെയ്യുന്ന സാധനം എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളതും, അതിൽ എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞ കാര്യം, നമ്മൾ ഈ പറയുന്ന ടെംപ്റ്റേഷൻ എന്നോ ഡിസ്ട്രാക്ഷൻ എന്നൊക്കെ പേരിട്ടിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു കോൺഷ്യസ് ഒരു ഗോളിനേക്കാൾ നമ്മുടെ മനസ്സിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു പക്ഷേ കയറി വന്നേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഞാൻ എപ്പോഴും ആ ഒരു ഗോൾ കോൺഷ്യസ്നെസ്സിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് അല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകളുടെ കാര്യത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓവർകം ചെയ്യേണ്ടത്. നമ്മുടെ കോൺഷ്യസ് ഗോളിനെ നമ്മൾ ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ബാധിക്കാതെ മാഡം അനുപ മാഡം കേൾക്കുന്നുണ്ടോ? മാഡത്തിന്റെ ഇന്റർനെറ്റിന് എന്തോ വിഷയം വന്നും തോന്നുന്നു. എനിക്ക് തോന്നുന്നു മാഡത്തിന്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. സജി സർ ഓഡിബിൾ ആണല്ലോ അല്ലെ? സജി സർ മൈക്ക് ഒന്ന് സാറിന് കേൾക്കാലോ അല്ലേ സർ? ഓക്കെ സർ. അപ്പൊ സാറിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ആദ്യമേ കൺഗ്രാചുലേഷൻ സാറിന്റെ റീസെന്റ് അച്ചീവ്മെന്റ്. എനിക്ക് തോന്നുന്നത് പോസ്റ്റ് പോസ്റ്റിലെ സാറ് സമ്മതിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ സാറിന് ഈ ഒരു അച്ചീവ്മെന്റ് ഓൺ ലൈറ്റർ നോട്ട്. സാർ ഒരുപാട് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അഭിമാന സ്തംഭമായിട്ടുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സാറ് വർക്ക് ചെയ്തിട്ടുണ്ട്. അക്കാഡമിക് രംഗത്ത് വലിയ പരിചയസമ്പത്തുണ്ട് സാറിന്. നമ്മളെ രാജ്യത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന യുവ തലമുറയോടൊപ്പമാണ് സാർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത്. സാറിന്റെ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാർ എങ്ങനെയായിരിക്കും ഗോൾ കോൺഷ്യസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക, വിശദീകരിക്കുക? ഗുഡ് ഈവനിങ്. വളരെ വളരെ അർത്ഥവത്തായ ഒരു ടോപ്പിക്കാണ് വിജയൻ സാറും ടീമും സെലക്ട് ചെയ്തിട്ടുള്ളത്. വളരെ 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 ബാഹുല്യമുള്ള ഒരു സബ്ജക്റ്റാണ് ഗോൾ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ലക്ഷ്യബോധം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അതിൽ വേറൊരു സൈഡിലേക്ക് പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയേറെ സ്റ്റെപ്പുകൾ എടുക്കാറുണ്ട്. ഇപ്പോ അനുപ മാഡം പറഞ്ഞതുപോലെ ചില സമയത്ത് നമുക്ക് കുറേയൊക്കെ ഡൈവേർഷൻസ് വരാം, പല ഡിസ്റ്റർബൻസസ് വരാം. പക്ഷെ പലപ്പോഴും ഒരു ലക്ഷ്യബോധം വരുന്നത് അത് വളരെ ഇൻവോളണ്ടറി ആവുമ്പോഴാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് കുറച്ച് വ്യത്യസ്തമായ ഒരു ഉദാഹരണമാണ്. നമുക്ക് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളോ അല്ലെങ്കിൽ വിജയൻ സാറിന് പരിചയമുള്ളവരോ അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് സങ്കല്പിക്കുക. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എണീറ്റ് നിൽക്കുന്നു, അദ്ദേഹത്തെ വിഷ് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്, അതൊരു ഹാബിറ്റാണ്. നമുക്കതൊരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വരുമ്പോൾ നമ്മളതൊരു ഹാബിറ്റായിട്ട് ഇത് ചെയ്യാറുണ്ട്. മറ്റൊരു സംസ്കാരത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യബോധത്തിൽ അത്യാവശ്യമായിട്ടുള്ളത്. നമ്മളൊരു ഡ്രീം എടുക്കുന്നു, നമുക്കൊരു വലിയൊരു വാസ്റ്റ് ആയിട്ടൊരു ഡ്രീം ഉണ്ട്, അത് ഞാൻ പിന്നീട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ഒരു ഡ്രീം സെറ്റ് ചെയ്തു. ഞാൻ പലപ്പോഴും ആ ഡ്രീം നമ്മൾ വളരെ ചെറിയ ലെവലിൽ സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടേതായ
നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കഴിവ് ഇല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഡ്രീംസ് പലപ്പോഴും ലോവർ ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് പകരം നമ്മളൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡ്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വപ്നത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഗോളുകൾ എന്ന് പറയുന്നത്. പക്ഷെ ആ മാർഗം നമുക്ക് ഇന്റേണലൈസ് ചെയ്യണം. അവിടെയാണ് ലക്ഷ്യബോധം വരുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് നമ്മൾ ഒരു ദിവസം എടുത്ത ഒരു കാര്യം ചെയ്യുകയല്ല, നമ്മളൊരു ഇന്റേണലൈസ് ചെയ്തിട്ട് ഇത് നമ്മളെ ഒരു വലിയൊരു എനർജി നമ്മൾ ഇതിലേക്ക് ഡ്രൈവ് ചെയ്യും. അങ്ങനെ ഒരു മേഖലയിലേക്ക് വരുമ്പോഴാണ് ശക്തമായൊരു ലക്ഷ്യബോധം ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ 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 സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര്, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ളവര്, ഇവരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊന്നും അസാധാരണ ശക്തികളുള്ളവരൊന്നും അല്ല. അവരെല്ലാവരും നമ്മളെ എല്ലാവരെയും പോലെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്കൊരു വ്യത്യസ്തത വന്നത്? അവർക്ക് രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, ദേ കെപ്റ്റ് എ ഫാർ റീച്ചിങ് ഗോൾ ഓർ എ ഫാർ റീച്ചിങ് ഡ്രീം ആൻഡ് ദെൻ ദേ ഇന്റേണലൈസ് ഇറ്റ്. അവരുടെ ഓരോ ആക്ടിവിറ്റിയും അതിലേക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ആ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം എന്നുള്ളൊരു വാക്ക് വരുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ നമുക്കിത് അച്ചീവ് ചെയ്യണം, നമ്മുടെ ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ സമയവും നമ്മൾ എങ്ങനെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട്, അതൊരു വലിയ ലക്ഷ്യമായിരിക്കും, ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അത് ഓരോരുത്തരും അവരുടേതായ മേഖലകളിലോ അവരുടേതായ കാര്യങ്ങളിലോ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ എന്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മളെ എക്സൈറ്റ് ചെയ്യണം. ദി എക്സൈറ്റ്മെന്റ് വിച്ച് ബ്രിങ്സ് ദ ഗോൾ. ഗോളിൽ വരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ് പലപ്പോഴും നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഒരു ഗോൾ പോസ്റ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഗോൾ അടിക്കുന്നു വയ്ക്കുക, ആരുമില്ലാത്തൊരു ഗോൾ പോസ്റ്റിന് മുമ്പിൽ നിന്ന് നമ്മൾ ഗോൾ അടിച്ചെങ്കിൽ പോലും നമുക്ക് അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അതേസമയം നമ്മളൊരു നന്നായിട്ട് ഒരു ട്രബിൾ ചെയ്ത് കുറെ നല്ലൊരു ടീമിനെ കടന്ന് നമ്മൾ ഗോൾ അടിക്കുമ്പോഴുണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അത് വിജയിച്ചില്ലെങ്കിൽ പോലും അവിടെ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മളെ അതിലേക്ക് വീണ്ടും അതിലേക്ക് ഷാർപ്പൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ലക്ഷ്യബോധത്തിന്റെ ഏറ്റവും വലിയ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളുകളോ ലക്ഷ്യമോ നമ്മുടെ ഉപബോധ മനസ്സിൽ റിസൈഡ് ചെയ്ത് അത് നമ്മുടെ ആക്ടിവിറ്റീസിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നാണ് തോന്നുന്നത്. അത് എത്രത്തോളം നല്ലൊരു ഗോളാണോ ഫിക്സ് ചെയ്യുന്നത്, എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയ ഡ്രീമാണോ സെറ്റ് ചെയ്യുന്നത്, ദാറ്റ് ആക്ച്വലി വിൽ ഡ്രൈവ് ഇറ്റ് ഈവൻ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ സാറിന്റെ അടുത്തേക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു അനുപമ മാഡം ചെറിയ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നു, മാഡം തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മാഡത്തിന്റെ അടുത്തേക്ക് തന്നെ പോവാം. മാഡം, നമ്മൾ ഈ ഗോൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരാളുടെ ചെറുപ്പകാലം മുതൽ വിവിധ അനുഭവങ്ങളിലൂടെ ഇവോൾവ് ചെയ്തു വരുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പം ഈ മാഡത്തിന്റെ ഒരു ബാല്യകാല അനുഭവങ്ങളിലൂടെ ഈ ലക്ഷ്യബോധം എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന് പറയാമോ മാഡം? എനിക്ക് തോന്നുന്നു ഒരു വലിയ എക്സ്റ്റെന്റ് നമ്മുടെ ഈ ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പം മുതലേ ഉള്ള നമ്മുടെ അപ്ബ്രിങ്ങിനെയും നമ്മുടെ നമുക്ക് ലഭിക്കുന്ന എക്സ്പോഷറിനെ ഒക്കെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് മാത്രമാണ് ഫാക്ടർ എന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ എന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു ജോലിയെ പറ്റിയൊക്കെ ഉള്ള എന്റെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയത് എന്റെ ഫാമിലിയാണ്. അപ്പോ സ്ത്രീകൾക്ക് ഒരു ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യത്തിലും, അതല്ല ഒരു മൊബിലിറ്റി ഒരു സ്ത്രീയോ ഒരു പുരുഷനോ എന്നുള്ളതെന്നില്ല, ഒരു മൊബിലിറ്റി എന്നുള്ളതൊന്നും ഒരു ജോലിക്ക് ഒരു ഫാക്ടർ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ചെറുപ്പം മുതലേ ഞാൻ അറിഞ്ഞതും കേട്ടതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എയിം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ജോലി ഒരു പെൺകുട്ടിക്ക് പറ്റുന്നതാണോ അല്ലയോ അത്തരത്തിലുള്ള കൺസിഡറേഷൻ ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ വളരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊരു ചില കാര്യങ്ങൾ കൂടെ തോന്നിയിരിക്കുന്നത്, ചില മൊമെന്റ്സ്, ചില സ്പാർക്ക് അതുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് വരാറുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നത്, നമ്മളൊരു ബെറ്റർ സ്കിൽ എടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലവും ഇതൊക്കെ മാറുന്നത്, അങ്ങനെ പല ഫാക്ടേഴ്സ്, നമ്മുടെ സാമ്പത്തിക പശ്ചാത്തലം മാറുന്നത്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ കാരണം നമ്മുടെ ഈ ഒരു ചെറുപ്പത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോളിന് തന്നെ മാറ്റങ്ങളൊക്കെ വന്നു കൂടായികയില്ല.
ഇനി ഈ ഒരു മൊമെന്റിന്റെ സ്പാർക്ക് എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിലൊക്കെ കരുതിയിരുന്നത് നമ്മുടെ ഏറ്റവും കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ എന്താണോ നമ്മൾ കണ്ടത്, അറിഞ്ഞത്, വളർന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ഒരു ഗോളിനെ ശരിക്കും ഷേപ്പ് ചെയ്യാന്നുള്ള. പക്ഷെ ഈ ഒരു ചില സമയത്ത് ചില വ്യക്തികൾക്കെങ്കിലും അത്തരം ഉണ്ടാവുന്ന സ്പാർക്ക്, അതല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് മാറി വരുന്ന ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ ഗോളിനെ ഒരു ലക്ഷ്യബോധത്തെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു എപ്പോഴും ഞാൻ പറയുന്ന 1-2 ഉദാഹരണങ്ങൾ, എനിക്ക് 10th സ്റ്റാൻഡേർഡിന്റെ റിസൾട്ട് വന്ന സമയത്ത് സ്കൂളിലെ ടോപ്പർ ഒക്കെ ആയിരുന്നു. അപ്പൊ വീട്ടിലെല്ലാവരും ഹാപ്പി ഒക്കെ ആയിരുന്നു. പക്ഷെ എന്റെ ക്ലാസ് ടീച്ചർ എന്റെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെട്ടു, ചില പേപ്പേഴ്സിൽ മാർക്ക് കുറഞ്ഞു പോയില്ല. അപ്പൊ നമ്മൾ റിസൾട്ട് അറിഞ്ഞ ഒരു 15 വയസ്സുള്ള സമയത്ത് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ പാരന്റ്സിന്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും. അപ്പൊ അവര് ഹാപ്പി ആണെന്നുള്ള നിലയിൽ നമ്മളൊരു ഇലേറ്റഡ് മൂഡിലാണല്ലോ നിൽക്കുന്നത്. ആ സമയത്ത് എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട എന്റെ ക്ലാസ് ടീച്ചറുടെ റെസ്പോൺസ് എന്നെ വളരെയധികം ഒരുപാട് ഞാൻ കരയൊക്കെ ചെയ്തൊരു കാര്യമായിരുന്നു. പക്ഷെ ആ ഒരു എനിക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ ക്ലാസ് ടീച്ചറുടെ എക്സ്പെക്ടേഷൻസിന്റെ അത്രയ്ക്ക് ഞാൻ ഉയർന്നില്ല എന്നുള്ളൊരു കാര്യം. ആ ഒരു തിരിച്ചറിവ് പിന്നീടുള്ള എന്റെ യാത്രയെ വളരെയധികം സ്വാധീനിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പഠിച്ച കോളേജ്, ഞാൻ ബിറ്റ്സ് പ്ലാനി ഗോവ ക്യാമ്പസിലാണ് പഠിച്ചത്. അപ്പൊ ശരിക്കും നല്ല എക്സ്പോഷർ ഉള്ള ഒരു കോളേജ് വേണമെന്ന് തന്നെ നമ്മൾ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ ആ കോളേജിലേക്ക് പോയ സമയത്ത് ഞാൻ ഒരു നാട്ടിൻപുറത്താണ് ജനിച്ചു വളർന്നത്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബിറ്റ്സ് പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ സമയത്ത് കൂടെയുള്ള ഫ്രണ്ട്സ് പലരും അവർ ആഗ്രഹിച്ചിരുന്നത് തന്നെ 4 ഇയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ MIT പഠിക്കും, ആ ഒരു രീതിയിലൊക്കെ അവര് പ്ലാൻ ചെയ്യുന്നു. ഹാർവർഡില് PG ചെയ്യും, MBA ഈ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യും. അങ്ങനെ അവരുടെ എംബിഷൻ എന്ന് പറയുന്നത് ഞാനൊക്കെ കേട്ടതോ കണ്ടതോ അതിനേക്കാളൊക്കെ മീതിയാന്ന് തോന്നിയിരുന്നു. അപ്പൊ അതും ശരിക്കും ആ സമയത്ത് എന്റെ ഒരു ഗോളിനെ റീഡിഫൈൻ ചെയ്യാനും അല്ലെങ്കിൽ അത് ഷേപ്പ് ചെയ്യാനൊക്കെ അതെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ ഒരു ചെറുപ്പകാലത്തുള്ള ആ ഒരു ഡെഫിനറ്റ്ലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. എങ്കിലും ഇടയ്ക്ക് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. അതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ വന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഇതിൽ നിന്ന് മാറണം എന്നുള്ളൊരു ചിന്ത വരുന്നത് ആ വ്യക്തി വളർന്ന സാഹചര്യത്തിൽ നിന്ന് ഡിഫറെന്റ് ആയ ഒരു സ്ഥലത്തേക്ക് ഗോളിനെ ഷേപ്പ് ചെയ്യാൻ ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ചൈൽഡ്ഹുഡിന്റെ നമ്മുടെ എക്സ്പീരിയൻസ്, എക്സ്പോഷർ, അതുപോലെ തന്നെ നമുക്ക് ചില വ്യക്തികൾ നമ്മുടെ ചില സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇതൊക്കെ പകർന്നു തരുന്ന ചില നമ്മുടെ ചിന്തകളുടെ ഒരു മാറ്റം കൂടി ആയിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മുഴുവൻ ഗോളും ഷേപ്പ് ചെയ്ത് വരുന്നതെന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. മാഡം സ്പാർക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മാഡത്തിന്റെ ഒരു സിവിൽ സർവീസ് ആണ് മാഡത്തിന്റെ ഗോൾ എന്ന് തീരുമാനിക്കുകയും അതിന് മാഡത്തിന് ഉണ്ടായിട്ടുള്ള സ്പാർക്കുകളെ പറ്റി ചിലതൊന്ന് പറയാമോ മാഡം? ഓക്കെ, അതില് ഒരു പ്രധാന കാര്യം, എന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ IPS ഓഫീസേഴ്സിനെ പറ്റി പറയുന്നു, അവരുടെ ജോലിയെ പറ്റി പറയുന്നു. പിന്നെ ഞാൻ 10th സ്റ്റാൻഡേർഡിൽ നല്ല മാർക്ക് കിട്ടിയപ്പോ പോലീസ് അസോസിയേഷനിലെ ഉദ്യോഗസ്ഥരുടെ കുട്ടികളിലെ അവാർഡ് തരാൻ വേണ്ടിയിട്ട് വിളിച്ച ഫംഗ്ഷനിൽ വെച്ചിട്ട് കുറെ ഓഫീസേഴ്സിനെയൊക്കെ കണ്ടു. എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ അന്ന് അവര് പലരും പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവര് ഈ ഒരു ജോലിയുടെ സ്കോപ്പിനെ പറ്റി അതിൽ 1-2 പേരൊക്കെ സംസാരിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അത് വളരെയധികം സ്വാധീനിച്ച ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സർക്കാർ ജോലി എന്നുള്ളതിനോട് വീട്ടിലെല്ലാവരും ഒരു സർക്കാർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ സർക്കാർ ജോലിയോട് ഒരു ഇഷ്ടക്കൂടുതൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഒരു കൂടുതൽ ഓപ്പർച്യൂണിറ്റി തരുന്നത് ഏത് എന്നുള്ളതിലേക്കുള്ള ഒരു അന്വേഷണം, അതിന് എന്റെ അച്ഛനും അതുപോലെ എന്റെ അമ്മാവനും ഒക്കെ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അതിന് ഇൻപുട്സ് തന്ന ആളുകളും കൂടിയാണ്. അതും ശരിക്കും ഈ ഒരു ഗോളിലേക്ക് എത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു മാഡം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പാർക്കും കൂടെയുള്ളവരുടെയും ഒരു സ്വാധീനം അത് നമ്മുടെ ഗോളിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് മാഡം പറഞ്ഞത്. നമുക്കൊന്ന് സജി സാറിന്റെ അടുത്തേക്ക് പോവാം. സർ, നമ്മൾ എല്ലാവരും ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് അഭിലാഷങ്ങൾ ആളുകൾക്ക് മനസ്സിലുണ്ടാവും. ഏത് കുട്ടിയോട് ചോദിച്ചാലും എന്താവണം ചോദിക്കുമ്പോൾ ചില അഭിലാഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ കുട്ടികൾ പറയും. പക്ഷെ ഈ കുട്ടിക്കാലത്ത് തന്നെ അതൊരു വെറും അഭിലാഷം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ചെറുപ്പകാലത്ത് തന്നെ ഒരു ലക്ഷ്യബോധം എന്നുള്ളൊരു കാര്യം അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വരാനും അത് വളർത്തിയെടുക്കാനും നമുക്ക് പിന്നെ ഈ ചെറുപ്പകാല അഭിലാഷങ്ങളുടെ ഭാഗമാക്കാനും നമുക്ക് എങ്ങനെയാ സർ സാധിക്കുക? സർ മൈക്ക് ഒന്ന് അൺമ്യൂട്ട്.
നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ള അഭിലാഷങ്ങൾ എന്ന് പറയുന്ന പലപ്പോഴും നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന കുറെ റോൾ മോഡൽസിനെയോ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിത്വങ്ങളെയോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിയുന്നവരെയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും ഒരു ശക്തമായ ഒരു ഗോൾ ആവണമെന്നില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നഴ്സറി സ്കൂളിലെ കുട്ടിയുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരിക്കും മിക്കവാറും ഉള്ള കാര്യം. അവർ കാണുന്ന ഏറ്റവും നല്ല മോഡൽ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവുക എന്നതാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഗോള് മാറാറുണ്ട്. കാര്യം മറ്റൊരു തലത്തിലേക്ക് എത്തുമ്പോൾ അതൊരു വേറൊരു ഗോളായിട്ട് മാറാറുണ്ട്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു ഗോള് വെക്കുന്നത്, ഈ ഗോള് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചില സമയത്ത് അത് ഒന്നോ രണ്ടോ സ്റ്റെപ്പുകൾ കൊണ്ടായിരിക്കില്ല മാറ്റാൻ കഴിയുക, കുറെ സമയം എടുത്തെന്ന് വരും. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു തിരുവനന്തപുരത്താണ് ജനിച്ചതും വളർന്നതും. തിരുവനന്തപുരത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ആദ്യം പഠിച്ചത്. LP പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പം അവിടെ നല്ലൊരു സ്കൂളാണ്. പക്ഷെ എൻ്റെ പേരൻസ് എന്നോട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പറയുന്നത്, 1ഉം 2ലും പഠിക്കുമ്പോൾ തന്നെ പറയുന്നത്, 4ാം ക്ലാസ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് മാറി ഒരു കോൺവെന്റ് ടൈപ്പ് സ്കൂളിലേക്ക് മാറണം. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, അതെന്താണ്, അവിടെ തന്നെ അതിനടുത്ത് തന്നെ മറ്റൊരു ഗവൺമെന്റ് സ്കൂളുണ്ട്, ആ ഗവൺമെന്റ് സ്കൂളിലേക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അതല്ല, ഒരു വലിയൊരു നിലയിൽ എത്തണം എങ്കിൽ മിക്കവാറും പലപ്പോഴും പേരൻസിന് അവരുടേതായ ഡ്രീമുകൾ ഉണ്ടാവും, അതിൽ എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്കൂളിലേക്ക് മാറണം. അപ്പൊ അത് കിട്ടാൻ വലിയ പാടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അത് വേണ്ടിയിട്ട് എഫേർട്ട് ഇടൂ, അതിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം, വളരെ നല്ല അധ്യാപകരുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പേരൻസിന് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മറ്റു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുന്നത്? ഇതൊരു ചെറിയൊരു കനലായി കിടന്നാണ്, വളരെ ചെറുതായിട്ട് കിടന്ന ഒരു പോയിന്റാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഓഫ്കോഴ്സ് ഐ മൂവ് ടു അനദർ സ്കൂൾ. അതൊരു കോൺവെന്റ് ടൈപ്പ് സ്കൂളായിരുന്നു. അവിടെ നിന്ന് പിന്നെ പാസ് ഔട്ട് ആയി, എഞ്ചിനീയറിംഗ് ആയി. അപ്പൊ ഇവിടെ എല്ലാം ഉള്ളത് എനിക്ക് ഈ ഒരു ആദ്യത്തെ ഉണ്ടായ ഒരു ഒബ്ജക്റ്റീവ്, അതായത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സ്കൂളിൽ ആൾക്കാർ പോകാൻ മടിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പേരൻസ് ഗവൺമെന്റ് സ്കൂളിലേക്ക് വിടാൻ മടിക്കുന്നത്. അത് പിന്നീട് ഇത് ഒരു ഡ്രീമായി. അതായത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെ ഏറ്റവും നല്ല നിലയിലാക്കിക്കൂടാ. അങ്ങനെ ഒരു ഡ്രീമാണ് നടക്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഏകദേശം എനിക്ക് 2ാം ക്ലാസ്സിൽ ഉണ്ടായ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലുള്ള ഒരു അനുഭവം, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഒരുപാട് പേരുടെ സഹായം ഉണ്ടായി. പക്ഷെ അവിടെ നടക്കാവ് സ്കൂളിൽ ഞാൻ ആലോചിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ കാര്യം, ഏറ്റവും നല്ല അധ്യാപകരുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ഇത് കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥലങ്ങളായിക്കൂടാ. അപ്പൊ അവിടുത്തെ സ്കൂളില് നമ്മൾ അവരോട് പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് പശ്ചാത്തല സൗകര്യമില്ല, നമുക്ക് ഒരു ലെവൽ കൂടുതൽ ഗ്രോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒരു ലോക നിലവാരമുള്ള ഒരു സ്കൂള് കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൂടെ, ഗവൺമെന്റ് സെക്ടറിൽ ലോക നിലവാരമുള്ള ഒരു സ്കൂൾ ഉണ്ടാക്കിക്കൂടെ എന്നൊരു ചോദ്യം ആയിരുന്നു നമ്മളൊരു ഗോളായിട്ട് കൊടുത്തത്. അപ്പൊ അവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാണ്. പക്ഷെ വളരെ പെട്ടെന്ന് വെച്ചാൽ ഒരു കൊല്ലം അല്ല, ഒരു 5 or 6 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ടോപ്പ് 4 സ്കൂൾസിൽ ഒന്നാവാൻ നടക്കാവ് സ്കൂളിന് കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നു, എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഇപ്പോഴും പറയുന്നത്, അതായത് ഒരു ചെറിയ ക്ലാസ്സിൽ എന്റെ പേരൻസ് എന്നെ വേർതിരിച്ച് കൊണ്ടുപോയത്, അങ്ങനെ ഒരു അവസരം കോഴിക്കോടുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവരുത്. ആ കുട്ടിക്ക് അടുത്തടുത്ത സ്കൂളിൽ പോകുമ്പോൾ പേരൻസ് അവിടെ ദാറ്റ് ഹാസ് ടു ബി എൻ ആസ്പിറേഷണൽ തിങ്. ആ സ്കൂളിനെ ഒരു ആസ്പിറേഷണൽ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കാതെ നിന്നില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം, അത് ഒരുപാട് പല ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് പോയി. ഇപ്പോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൽ കൂടി അത് മറ്റു പല സ്കൂളുകളിലേക്കും പടർന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഗോളിലേക്ക് വരാൻ നമുക്ക് ഇങ്ങനെ ഒരു കനൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കിടക്കും. അത് നമ്മൾ കളയരുത്. അത് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. വിജയൻ സാർ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഒരുപാട് പേരെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് പേര് എത്തുമ്പോഴാണ് അതിനൊരു വലിയൊരു ബോധം ഉണ്ടാവുന്നുള്ളൂ. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ കിടക്കുകയാണെങ്കിൽ
നമുക്ക് കുറേയേറെ സ്റ്റെപ്പുകൾ കൂടി നമ്മുടെ പേഴ്സണൽ അച്ചീവ്മെന്റ് ഒരു ഗോൾ ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ലെവലിൽ ഒരു ഗോൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ലാർജർ ഗോളും കൂടെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരുപക്ഷെ നമുക്ക് നമ്മൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്? ഏറ്റവും നല്ല മാർക്ക് കിട്ടുമ്പോഴല്ല, അല്ലെങ്കിൽ മറിച്ച് നമുക്ക് ചെയ്യാൻ പാടാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. നമുക്ക് വിചാരിക്കുന്നു ഇതെനിക്കും ചെയ്യാൻ കഴിയില്ല, പക്ഷെ നമ്മളൊന്ന് എഫേർട്ട് ഇട്ടു, അത് കിട്ടിക്കഴിഞ്ഞു. ഒരുപക്ഷെ അത് എനിക്ക് ഒരുപാട് മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ എനിക്ക് ചിലപ്പോൾ കിട്ടിയ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് മാത്സിലായിരിക്കും. പക്ഷെ എനിക്ക് ഹിസ്റ്ററിയിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് ചെറിയ മാർക്കാണെങ്കിൽ അതിലൊരു മാർക്ക് കൂടുമ്പോഴായിരിക്കും എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്നത്. ആ ഒരു ഇന്റേണൽ ഹാപ്പിനെസ് വരുന്നത് ഇതുപോലെയുള്ള ഗോളുകളിലേക്ക് വരുമ്പോൾ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ചെറിയ കാലത്ത് മുതൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ളതിനെ ഒബ്സർവ് ചെയ്യുകയും അതിന് നമ്മുടെ മനസ്സിൽ ഒരു റിസൈഡിങ് ആയിട്ട് കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമായിട്ട് നമുക്ക് റിയലി ബിഗർ തിങ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ വിജയൻ സാർ പറഞ്ഞ കാര്യത്തിൽ ഒന്നുകൂടി പോവുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടോ ഇന്ത്യയിൽ നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടില്ല. ഇന്ത്യൻസ് എക്സൽ അക്രോസ് ദി വേൾഡ്, പക്ഷെ ഇന്ത്യ എക്സൽ ചെയ്യുന്നില്ല. അതിന്റെ ഒരു വലിയൊരു കാര്യം ഇതാണ്. നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ടോപ്പ് കമ്പനികളിലൊക്കെ ഇന്ത്യക്കാരാണ്. ഒരുപാട് സയന്റിസ്റ്റുകൾ ലോകത്തിന്റെ പല ഭാഗത്ത് ഇന്ത്യയിലുണ്ട്. ഹാർവാർഡ് പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡീൻസ് ഇന്ത്യൻസ് ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇന്ത്യയിൽ നമ്മൾ അത് കാണുന്നില്ല. അതിനെ പലപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗോളത്തെ നമ്മൾ ഒരുപാട് ലിമിറ്റ് ചെയ്യരുത്. നമ്മുടെ മനസ്സിൽ അത് ഒരു കനലായി സൂക്ഷിക്കുകയും അതിനെ ഇടയ്ക്കിടയ്ക്ക് ഊതുക. ചിലപ്പോൾ അത് അണയുന്ന സമയത്ത് ഒന്നുകൂടി ഊതി കത്തിക്കുക. അത് നമ്മളെ നയിക്കുമ്പോഴാണ് ശരിക്കും പറയുന്നത് നമ്മളൊരു വാസ്റ്റ് ഒരു റിയലി എ ബിഗ് അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ. അത് ഒരുപക്ഷെ ഞാനിപ്പോ നടക്കാവ് സ്കൂളിൽ ട്രാൻസ്ഫോം പറഞ്ഞത് എനിക്കിത് വലിയൊരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാൾക്ക് അത് ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നണമെന്നില്ല. പക്ഷെ ദാറ്റ് ഇസ് ഇമ്മറ്റീരിയൽ. കാര്യം ദാറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ യുവർ സെൽഫ് ഫസ്റ്റ്. അതായിരിക്കണം ശരിക്കും പറഞ്ഞ ഒരു ഗോളിന്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. സർ, ഒരുപാട് ടേക്ക് അവേഴ്സ് ഉള്ള ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് കിട്ടിയത്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ പറഞ്ഞ പോലെ അല്ലെ, ഇന്ത്യൻസ് എല്ലായിടത്തും എക്സൽ ചെയ്യുന്നു, പക്ഷെ ഇന്ത്യ എക്സൽ ചെയ്യുന്നില്ല. വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആണ് സാർ, നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സാറ് പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതത്തിൽ ചെറുപ്പകാലത്തെ ചില കനലുകൾ മനസ്സിലുണ്ടാവുകയും അത് കെടാതെ സൂക്ഷിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു പേഴ്സണൽ എവല്യൂഷനിൽ ചില മൈൽ സ്റ്റോൺസ് ഉണ്ടാവും. ഈ മൈൽ സ്റ്റോൺസ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. അപ്പൊ അത് കോൺഷ്യസ് ആയിട്ട് ഈ മൈൽ സ്റ്റോൺസ് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിലെ ഒരു ഗോളിലേക്ക് എത്തിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അതിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സാർ ഒന്ന് പറയാം. ഓക്കെ, നമ്മള് ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഗോളിലേക്ക് എത്തുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡൈനാമിക് വേൾഡ് ആണ്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥയുണ്ട്. കോഴിക്കോടിന്റെ എക്സാമ്പിൾ ആണ്. വാഗ്ഭടാനന്ദ സ്വാമിയുടെ അടുത്ത്, വാഗ്ഭടാനന്ദ സ്വാമി ഒരു വളരെ പ്രശസ്തനായ ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. അദ്ദേഹത്തിനോട് ഒരാൾ പോയിട്ട് പറഞ്ഞു, അദ്ദേഹമായിട്ടൊരു വാഗ്വാദം നടത്തി. വളരെ വളരെ പ്രഗത്ഭനായ ഒരു വാഗ്മിയാണ് അദ്ദേഹം. അദ്ദേഹമായിട്ട് ഒരു ഇത് നടത്തി. അതിൽ ഈ പോയ ആള് പരാജയപ്പെട്ടു. അപ്പൊ ഇദ്ദേഹം പോകുന്ന സമയത്ത് പറഞ്ഞു, പരാജയപ്പെട്ട ആള് പറഞ്ഞു, ഞാൻ 1 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരും, അന്ന് ഞാൻ പഠിച്ചിട്ട് വരും എന്ന് നിങ്ങളെ തോപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വാഗ്ഭടാനന്ദ സ്വാമി തിരിച്ചു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരും, പക്ഷെ എന്നെ തോപ്പിക്കുന്ന നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാര്യം ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നല്ലോ, ഞാനും പഠിക്കുമല്ലോ. നിങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്, ഞാനും പഠിക്കുകയാണ്. ഇതൊരു ഇവല്യൂഷനാണ്, വേൾഡ് മൂവ് ചെയ്യാണ്. അപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ഒരു ചേഞ്ചസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് ഒരു 10 മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്തു. പക്ഷെ ആ മൈൽ സ്റ്റോൺസ് ഇന്ന് അച്ചീവ് ചെയ്യുന്ന മൈൽ സ്റ്റോൺ ആയിരിക്കില്ല നാളെ അത്രയും അച്ചീവ് ചെയ്താൽ മതിയാവില്ല. ഈ ആലീസ് ഇൻ വണ്ടർലാൻഡിൽ ഒരു കഥയുണ്ടല്ലോ. അതായത് ആലീസും ക്യൂനും കൂടെ ഓടിയിട്ട് കുറെ ദൂരം ഓടിക്കഴിഞ്ഞിട്ടും നോക്കുമ്പോ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആലീസ് പറയുന്നത് എന്റെ നാട്ടിലാണെങ്കിൽ ഞാൻ എവിടേക്കും എത്തിപ്പോവാനെ. അപ്പൊ ക്യൂൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അതൊരു സ്ലോ സോർട്ട് ഓഫ് കൺട്രിയാണ്. ഈ രാജ്യത്ത് എവിടെയെങ്കിലും എത്തണമെങ്കിൽ നിങ്ങൾ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടോ, നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കണമെങ്കിൽ തന്നെ ഓടണം. കൂടുതൽ സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടണം. ഇതാണ് ശരിക്കും പറഞ്ഞ മൈൽ സ്റ്റോൺ സെറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യുന്നതിന്റെ എത്രയോ കുറച്ച് സമയം കൊണ്ടായിരിക്കണം അടുത്ത മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യേണ്ടത്. അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആവേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം
ഒരു എവല്യൂഷനിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഓരോ ദിവസവും നമ്മുടെ കഴിവ് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെങ്സ് കൂടുമ്പോൾ നമ്മൾ അതനുസരിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെയാണ് ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അവര് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ബട്ട് വെരി ടഫർ ആയിട്ടുള്ള ഗോൾസ് ആയിട്ടായിരിക്കും അവർ പോകുന്നത്. നമുക്കറിയാം, ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആദ്യത്തെ മൈൽ സ്റ്റോണിൽ നിന്ന് അടുത്ത മൈൽ സ്റ്റോൺ വരുമ്പോൾ കുറച്ചും കൂടി ടഫ് ആവും. അപ്പൊ അതേ ഒരു മോഡലില് നമുക്ക് നമ്മുടെ ലാർജർ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എഗെയിൻ 100 മീറ്റർ ഓടി ഒരാള് ആദ്യം 25 സെക്കൻഡ് എടുത്തു, രണ്ടാം തവണ ഓടിയപ്പോഴും 25 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നില്ല. അപ്പൊ അവിടെ അയാൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം. കാര്യം നമ്മുടെ സ്കിൽസും നമ്മുടെ വേൾഡ് ഇതും കൂടുന്നുണ്ട്, ചുറ്റുപാടും ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അച്ചീവ്മെന്റ്സ്, മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ കഴിയും. താങ്ക് യു സാർ. നമുക്ക് മാഡത്തിന്റെ അടുത്ത് ഒന്നുകൂടി തിരിച്ചു പോവാം. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ ചില ചോദ്യങ്ങൾ നമ്മുടെ സൂമിൽ ചാറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കമന്റ് ആയിട്ടും ഇടുന്നുണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചോദ്യങ്ങൾ എടുക്കാം. പക്ഷെ ഒരു കാര്യം കൂടി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ അനുപമ മാഡത്തിന്റെ അടുത്തുള്ള ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, മാഡം എല്ലാ പുതിയ തലമുറക്കും ഇപ്പൊ നമ്മളിപ്പോ പറയും ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഒക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തെയും പുതിയ തലമുറക്ക് അതുണ്ട്. അവരുടെ മുമ്പത്തെ തലമുറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവസരങ്ങളും സാധ്യതകളും ആ തലമുറക്ക് വ്യത്യസ്തമായിരിക്കും. അപ്പോ ഈ ഓരോ കാലഘട്ടത്തിലും ഈ പുതുതലമുറക്ക് ഉണ്ടാവുന്ന അവസരങ്ങളെയും സാധ്യതകളെയും ഈ ഗോൾ കോൺഷ്യസിലേക്കും അല്ലെങ്കിൽ ഒരു ഗോളിലേക്കും നമുക്ക് എങ്ങനെ പരിവർത്തിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മാഡം ഒന്ന് പറയാം. നമ്മളൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ അധികവും സെറ്റ് ചെയ്യപ്പെട്ട ഗോളുകൾ പലതും പേഴ്സണൽ ഗോൾസ് ആയിരുന്നു. നമ്മളൊരു പേഴ്സണൽ ലൈഫിൽ നമ്മൾ അത് കരിയർ ആകാം, അതല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഗോൾ ആകാം. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് അതിന്റെ ഒരു പ്രധാന കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന നോളജും ഇൻഫർമേഷനും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതിൽ വെച്ചുകൊണ്ട് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു സെൽഫിഷ്നെസ് ആയിട്ട് നമ്മൾ കരുതേണ്ടതില്ല, മറിച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ വെച്ചും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി എനിക്ക് പുസ്തകങ്ങളിലൂടെയുള്ള അറിവ്, അങ്ങനെയുള്ള ഒരു കുറച്ച് മേഖലയുള്ള അറിവ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഗോൾ സെറ്റ് ചെയ്ത് വന്നിരുന്നത്. പക്ഷെ അതിനൊരു ഇപ്പൊ വന്ന് നോക്കുമ്പോൾ ഒരു കാലത്തിനനുസരിച്ചിട്ട് ഒരു വലിയ മാറ്റം അതിൽ വരുന്നുണ്ട്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി. പക്ഷെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ ഒരു ഗോൾ സെറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഗോൾ കോൺഷ്യസ്നെസിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ വലുതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമ്മൾ അവെയർ ആകണമെങ്കിൽ അതിന് വേണ്ട ഇൻഫർമേഷൻ, അതിന് വേണ്ട അവയർനെസ്, അത് ഇൻഡിവിജ്വൽ ഗോൾ മാത്രമല്ല, എന്താണ് മറ്റുള്ളവരുടെ ആവശ്യം, എന്താണ് സൊസൈറ്റിയുടെ ആവശ്യം എന്നനുസരിച്ച് പോലും നമ്മുടെ ഗോൾസ് നമുക്ക് മാറ്റാനും അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആയി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അത് ഓരോ ദിവസവും ഓരോ കാലത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു നെഗറ്റിവിറ്റിയും കൂടെ കടന്നു വന്നിട്ടുണ്ട്. കാരണം ഒരു ജനറലി ഒരു ഫോക്കസ് നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് മാറിപ്പോകുന്നു എന്നുള്ളത്. അതായത് നമുക്ക് ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഡൈവേർഷൻ ഉള്ള സാധ്യതകളും ഇതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് പോലെ തന്നെ വളരെ അധികമാണ്. അതും ഇപ്പോൾ നമ്മളത് ഇൻഫർമേഷൻ ടെക്നോളജി മാത്രമല്ല, മാറി വരുന്ന കാലത്തിന്റെ നമ്മുടെ ഒരു കൺസ്യൂമറിസ്റ്റിക് ആയിട്ടുള്ള നേച്ചറിന്റെ ഒരുപാട് കാരണങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാകാം. പക്ഷെ ഇതിനെയും കൂടെ റെസിസ്റ്റ് ഇതുകൊണ്ട് മാത്രം നമുക്ക് ഇനി മുന്നോട്ട് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്കാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ അധികമായിരിക്കണം. അതിൽ ഒരു ഫാക്ടർ ടേക്കൺ കെയർ ഓഫ് ആണ്. അതായത് നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷന്റെ സോഴ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമുക്ക് പറഞ്ഞു തരാനുള്ള ആളുകൾ, സോഴ്സസ്, ഇതെല്ലാം വളരെയധികം കൂടി എന്നുള്ള
ഒരു പോസിറ്റിവിറ്റി വന്നെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൺകോൺഷ്യസ് ഗോളിന്റെ ഒരു സാധ്യതയും അത്തരത്തിലുള്ള ഡൈവേർഷൻസ്, ഡിസ്ട്രാക്ഷൻസ് ഇതിനെല്ലാം ഉള്ള സാധ്യത വളരെയധികം കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഒരു ഗോൾ കോൺഷ്യസ്നെസ്സിനെ വളരെയധികം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കളക്റ്റീവ് ഒരു ഗോളിന്റെ ഒരു കാര്യം, കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു മേജർ ഒരു നീഡ്, ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ ഇപ്പൊ നടക്കാവ് സ്കൂളിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ലൈക്ക് മൈൻഡഡ് ആയ ആളുകൾ ഒരേ രീതിയിൽ ചിന്തിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ വിജയൻ സാറിന്റെ SPC പോലെയുള്ള പദ്ധതികൾ എടുക്കുവാണെങ്കിൽ സാറിന്റെ ഒരു ടീം മുഴുവൻ ഒരുമിച്ച് ചിന്തിക്കാൻ പറ്റി എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കളക്റ്റീവ് ഗോളിലേക്ക് കൂടെ പോകണമെങ്കിൽ ഈ ഒരു കോൺഷ്യസ്നെസിന്റെ വ്യാപ്തി വളരെയധികം വർദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം എങ്ങനെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്കത് ഒരാളുടെ സ്ട്രെങ്ത് മറ്റൊരാൾക്ക് അതൊരു വീക്ക്നെസ് ആയിരിക്കാം, അപ്പൊ അങ്ങനെയുള്ള ഗ്യാപ്പുകൾ എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ഒരു വർദ്ധിച്ച ഒരു കോൺഷ്യസ്നെസിന്റെ ആവശ്യം വന്നിരിക്കുന്നു. ഈ ഒരു ആവശ്യം തന്നെയാണ് നമുക്ക് ആ ഒരു ഗോൾ കോൺഷ്യസ്നെസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വസ്തുതയും അത് പ്രധാനമായിട്ടുള്ള ഒരു ഫോക്കസ് വേണ്ടത് ഈ ഒരു അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ എങ്ങനെ കട്ട് ചെയ്ത് കോൺഷ്യസ്നെസ്സിലേക്ക് എത്താം എന്നുള്ള ചിന്ത തന്നെ ആയിരിക്കണം. താങ്ക് യു സോ മച്ച് മാഡം. എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗോൾ കോൺഷ്യസ് പറയുന്നത്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ് നമുക്ക് കുറച്ചു നേരം കൊണ്ട് പകർന്ന് കിട്ടിയത്. മാഡം കൊണ്ടുവന്ന് നിർത്തിയത് ഒരു ഇൻഡിവിജ്വൽ ഗോളിന്റെ അപ്പുറത്തേക്ക്, അപ്പുറത്തേക്ക് കളക്റ്റീവ് കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റീസിൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരുപാട് ത്രെട്ടും ഉണ്ട്. അതിനെ കോൺഷ്യസ്ലി തിരിച്ചറിഞ്ഞ് നമുക്ക് ട്രാൻസെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജിലേക്കാണ് മാഡം കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. നമുക്ക് അടുത്തത് നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാൻ ആയി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ആനന്ദ് ആണ്. അപ്പൊ അദ്ദേഹത്തിലേക്ക് വരാം. എന്തായാലും എൻ്റെ ഒരു ദൗത്യം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും ഈ രണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളോട് ഈ ഗോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കി സംവദിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് വന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. വളരെ സ്നേഹത്തോടെ ആനന്ദിനെ സ്വാഗതം. ഇത് വളരെ റെലവൻ്റായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇവിടെ രണ്ടുപേരും വളരെ പ്രഗത്ഭരായിട്ടുള്ള അവരുടെ വ്യക്തി ജീവിതങ്ങളുടെ മാതൃകയായിട്ടുള്ള രണ്ടുപേരാണ്. അവരൊരു ഗോള് എന്നത് സെറ്റ് ചെയ്യേണ്ടതിനെക്കാട്ടിലും കൂടുതൽ ഒരു ഗോളിനെ കുറിച്ച്, ഒരു ബോധത്തെ കുറിച്ച് നമ്മളോട് പറയുകയും അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉള്ള എക്സാമ്പിൾ തരികയും ചെയ്തതുകൊണ്ട് ഇതൊരു വളരെ റെലവൻ്റ് ആയിട്ടും വളരെ പ്രസക്തമായൊരു രീതിയിലാണ് ഈ ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത്, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിലും ആനന്ദ് ഹലോ കേൾക്കുന്നുണ്ടോ? ഇടയിൽ ഒന്ന് കട്ടായി പോയി, ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് റിപ്പീറ്റ്. ഹലോ പറഞ്ഞോളൂ. കേൾക്കാമല്ലേ? കേൾക്കാം. കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. അത് ഇന്റർനെറ്റിന്റെ ചെറിയ ഇഷ്യൂ ശ്രദ്ധിച്ചാൽ നെറ്റിന്റെ ഇഷ്യൂ ആണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് സജി സാറിനോടാണ്. ബിനോയ് ORC ട്രെയിനർ, വയനാട് നിന്ന്. സജി സാറിനാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ബിനോയ് ഉണ്ടോ ഓൺലൈൻ? ഉണ്ടോ? സാർ എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഓക്കെ സാർ, എൻ്റെ ചോദ്യം ഇതാണ്. നമ്മൾ പലപ്പോഴും കാണുന്നത് ആളുകൾ ഉറപ്പായ ഒരു വരുമാനവും ജീവിതവും നൽകുന്ന കരിയറിന് വേണ്ടി വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങളെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലക്ഷ്യങ്ങളെ പറ്റി ബോധവാന്മാരാകുക എന്നത്, ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതെ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മള് പറയാറുണ്ട്, ഇഫ് യു ഡു വാട്ട് യു ലൈക്ക് then it is freedom, and if you like what you do then it is happiness എന്ന് പറയും. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ എന്താണോ നമ്മുടെ ഗോള് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം, അതിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. അത് മാത്രമല്ല, ഈ താങ്കൾ പറഞ്ഞത് ഒരു കോംപ്രമൈസ് ആണ്. എനിക്ക്
ഒരു പർട്ടിക്കുലർ കാര്യമാണ് ചെയ്യാൻ ആഗ്രഹം, പക്ഷെ ഞാൻ വേറൊന്നും ചെയ്യേണ്ടി വരുന്നു എന്നൊരു ലെവലിലേക്ക് വരികയാണ്. പക്ഷെ ഇന്നത്തെ ലോകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദിസ് ഓർ ദാറ്റ് എന്നുള്ള വേൾഡ് മാറി. നമുക്ക് ആക്ച്വലി ദിസ് ആൻഡ് ദാറ്റ് ആണ്. കാരണം നമ്മളൊരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും നമുക്ക് മറ്റൊരു പാഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു നല്ല സിംഗർ ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വിചാരിക്കുക. ഒരുപക്ഷെ സിംഗിങ് എന്നുള്ള ഒരു കരിയർ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കാം ഏർലി സ്റ്റേജിൽ. പക്ഷെ ഇന്നത്തെ സമയത്ത് നമുക്ക് നമ്മുടെ വരുമാന മാർഗം നമ്മൾ മറ്റും ചെയ്യുമ്പോൾ കൂടി ആ സിംഗർ എന്നുള്ളൊരു കാര്യം നമുക്ക് അതിന് പാരലായിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഇങ്ങനെ നമ്മൾ പലപ്പോഴും റെസ്ട്രിക്ട് ചെയ്യുകയാണ് നമ്മുടെ കഴിവിനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മറ്റു ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ആ ഒരു മൾട്ടി ടാസ്കിങ് എന്നുള്ളത് ഇന്നത്തെ വേൾഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അത് ഏറ്റവും ഐഡിയല് നമ്മുടെ ഗോളിലേക്ക് അതായത് നമ്മുടെ ഡ്രീമിലേക്കുള്ളത് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഫോക്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ പോലും വി വിൽ ക്യാൻ ഡു ദ അതർ വൺ ആൻഡ് വൺസ് ദാറ്റ് ഈസ് റീച്ച്ഡ് പലപ്പോഴും അത് തന്നെ നമ്മൾ സബ്സ്യൂം ചെയ്യുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. അടുത്ത ചോദ്യം കോഴിക്കോട് എന്നൊരു ഓവർസീഡ് ട്രെയിനർ ആയിട്ടുള്ള അഞ്ജു ആണ്. അഞ്ജു ഓൺലൈൻ ഉണ്ടോ? യെസ്, കേൾക്കാമോ? ചോദിക്കണം. ചോദ്യം മാമിനോടല്ലേ? ഹലോ, ഹലോ, ചോദിച്ചോളൂ. നമ്മളിപ്പം ലക്ഷ്യം ഒത്തിരി ഗോൾസ് സെറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു, പക്ഷെ അത് പരാജയപ്പെടുമ്പോൾ അതൊരു പിന്നെയും നമ്മൾ ട്രൈ ചെയ്യുന്നു. അപ്പൊ അത് സത്യത്തിൽ ഒരു വേസ്റ്റ് ആണോ? അത് സമയം പാഴാക്കുന്നതിന് തുല്യമാണോ? അതോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഈ ലക്ഷ്യങ്ങളെ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? ആനന്ദ് എന്നോടാണോ? മാമിനോടാണ് ചോദ്യം. ഓക്കെ, അഞ്ജു, ഗോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് ഓരോ സമയത്തും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മാറ്റം വരുന്നത് നമ്മുടെ ഗോളിന്റെ സബ്സ്റ്റൻസിന് തന്നെയാകാം, അതല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ട ഒരു സമയത്തിന് തന്നെയാവാം. അപ്പൊ നമ്മളുടെ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഗോള് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളരെ പ്രയോറിറ്റി ഉള്ള ഒരു ഗോൾ ആണെങ്കിൽ, അത് ഏതും ആവട്ടെ, നമ്മുടെ പേഴ്സണൽ ഗോൾ ആണെങ്കിലും സൊസൈറ്റിക്കുള്ള ഏത് ഗോളും ആവട്ടെ, നമ്മളുടെ പ്രയോറിറ്റി ഒരു ഗോൾ ആണെങ്കിൽ പിന്നെ നമ്മുടെ അച്ചീവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കാര്യം മാത്രമാണ്. പക്ഷെ അതല്ല, വളരെ ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ഗോൾ ആണെങ്കിൽ നമ്മൾ ഇപ്പോ ഒരു വിത്തിൻ 1 or 2 years നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആ ഒരു സമയത്തിന് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി തന്നെ നമ്മൾ ആലോചിക്കേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും ജീവിതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സാധ്യത എന്നുള്ളൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിനും. പിന്നെ തൊട്ടു മുമ്പ് സജി സാർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തന്നെയാണ് ഞാനും പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പോസിബിലിറ്റീസിന് തന്നെ ഒരു ലിമിറ്റ് ഇല്ലാത്തൊരു സമയത്ത്, മാത്രമല്ല ഒരു ഗോള് പോലും ഒരു ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. പണ്ടൊക്കെ നമ്മളൊരു ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ഒരു വര വരച്ച് അവിടെ വരെ എത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പോ നമ്മളൊരു പരമാവധി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗോൾ സെറ്റിങ്ങിനെ തന്നെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം മാറ്റുന്നത്, നമ്മുടെ ആ ഒരു പ്രയോറിറ്റി ഗോൾ ആണെങ്കിൽ ആ ഒരു സമയം മാറ്റി റീഡിഫൈൻ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി കുറഞ്ഞൊരു കാര്യമാണെങ്കിൽ അതൊരു അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് തന്നെ കണക്കാക്കേണ്ടതില്ല. അത് വറി ചെയ്യാതെ നമ്മൾ മൂവ് ഓൺ ചെയ്ത് നമ്മുടെ മുന്നിലുള്ള അടുത്ത ലക്ഷ്യത്തിലേക്ക്, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച പോലെ നമുക്ക് ചില കനലുകൾ എരിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗോളിലേക്ക് കടക്കുന്നത് കൊണ്ടും നമുക്കൊരു നഷ്ടം ഉണ്ടാവുന്നില്ല. അതായത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാം. താങ്ക് യു മാം. അടുത്തത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വൈഷ്ണയാണ്, പോയിൽക്കാവ് HSS. വൈഷ്ണ ഓൺലൈൻ ഉണ്ടോ? ചോദ്യം സൈസാറിനോടാണ്. വൈഷ്ണ ചോദിച്ചോളൂ. സർ, ഈ സ്വപ്നവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സ്വപ്നം എന്ന് പറയുന്നത്, അത് എനിക്കൊന്ന് ജയൻ സാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സ്വപ്നത്തിന് നമ്മളൊരു ടൈം കൊടുക്കുന്നു. ഒരു ഇത്ര സമയത്തിനകത്ത് നമ്മളൊരു അച്ചീവ് ചെയ്യും. അതിനെ നമുക്ക് വേണമെങ്കിൽ സബ് ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അവിടെയാണ് അതിനെ ഒരു ഗോളായിട്ട് മാറുന്നത്. ഗോൾ ഫിക്സ് ചെയ്യാത്ത സ്വപ്നം എന്ന് പറയുന്നത് ഫാന്റസി മാത്രമാണ്. അതിനൊരു നമ്മൾ അച്ചീവ് ചെയ്യില്ല. പക്ഷെ സ്വപ്നം എപ്പോഴും നമുക്കൊരു വലിയൊരു എന്താ പറയുക ഒരു
ക്ലിയർലി അച്ചീവബിൾ ആണെങ്കിൽ പോലും ഒരു ഇച്ചിരി ട്രൈ ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ലോവർ ആയിട്ടൊരു കാര്യം സ്വപ്നം കാണരുത്. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഞാൻ എന്റെ ലിമിറ്റേഷൻസ് പലപ്പോഴും നമ്മള് സ്വപ്നം കാണാൻ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒന്നും കൂടി നോക്കുക, ഇത് ശരിക്കും എന്റെ ലിമിറ്റേഷൻ ആണോ, അതോ എനിക്ക് ഇതിനേക്കാളും ഇതിന്റെ അപ്പുറത്തേക്ക് എത്താൻ കഴിയുമോ? അങ്ങനെ ഒരെണ്ണം ആയ ശേഷം അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അതാണ് പവർ ഓഫ് ഡ്രീംസ് എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ടോക്കിൽ പറഞ്ഞത്. ആ ഒരു ഡ്രീമിന് ഒരു വലിയ പവർ ഉണ്ട്. നമ്മളെ അതിനെ ട്രാൻസ്ലേറ്റ് ടൈം കോൺഷ്യസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗോൾ. ആ ഗോള് നമ്മുടെ മനസ്സിനകത്ത് നാച്ചുറൽ ആകുമ്പോൾ അതൊരു ഗോൾ കോൺഷ്യസ് ആവും. Then we will try to. താങ്ക് യു സർ. അനുപമ മാം ഫസ്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഗോളിനെ എങ്ങനെ ബ്രേക്കപ്പ് ചെയ്ത് ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റുന്നതോടുകൂടി നമുക്ക് അതിനെ അച്ചീവ് ചെയ്യുന്നതിൽ നമുക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് എത്താൻ പറ്റുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മേജാബിൻ ഉമാത്തൂർ HSS. മേജാബിൻ ഓൺലൈൻ ഉണ്ടോ? യെസ് സർ. മേജാബിൻ ചോദിച്ചോളൂ. അനുപമ മാമിനോടാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെഹജബിൻ പുന്നക്കൽ, SHS ഉമ്മത്തൂർ. ഞങ്ങളുടെ SPUCയുടെ ആവേശമായ വിജയൻ സർ IPSഉം അതുപോലെ തന്നെ അനുപമ മാഡം IS, ഡോക്ടർ സജി ഗോപ്നാഥ് സർ തുടങ്ങിയ പ്രഗത്ഭരുടെ കൂടെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എല്ലാവിധ നന്ദിയും അറിയിക്കുന്ന SPUCയോട്. ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മാം, പലപ്പോഴും നമുക്കായി കണ്ടുവെക്കുന്ന ലക്ഷ്യങ്ങൾ അത് അസാധാരണമായതും അപകടങ്ങൾ നിറഞ്ഞതുമായിരിക്കാം. അത് നേടും എന്ന് തോന്നുമ്പോഴും തോറ്റുപോകുമോ എന്നൊരു ഭയം എപ്പോഴും കൂടെ കാണും. അപ്പൊ മാം, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സ്വന്തം ലക്ഷ്യങ്ങളെ പിന്തുടരുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്? ശരിക്കും നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഒരു പവർ ഓഫ് ഡ്രീംസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം. അതിനെ നമ്മൾ പവർ ഓഫ് ഡ്രീംസ് എന്ന് വിളിക്കുന്നു, പാഷൻ എന്ന് വിളിക്കുന്നു, അങ്ങനെ പല പേരിട്ടിട്ടും വിളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്ക് ആ റിസ്ക് എടുക്കാൻ പലപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തിക്ക് റിസ്കിന്റെ ഡെഫിനേഷൻ പലർക്കും പലതാണ്. എനിക്ക് റിസ്കി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം മേജബിന് ചിലപ്പോൾ റിസ്കി ആയിട്ട് തോന്നണില്ല, നേരെ തിരിച്ചുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ഗോൾ അറ്റൈനബിൾ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യുന്നത്. എനിക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഗോളായിട്ട് സെറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ ഫാന്റസി എന്നുള്ള വേർഡ് ആയിരിക്കും നമുക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നിലുള്ള ആ ഒരു ഡ്രൈവ്, നമ്മുടെ ആ പാഷൻ, നമ്മുടെ ആ ഒരു പവർ, അതെല്ലാം തീർച്ചയായിട്ടും നമ്മളെ ഡ്രൈവ് ചെയ്തുകൊള്ളും. അതിന്റെ ഇടയിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ തരണം ചെയ്യാനുള്ള ഒരു പവറൊക്കെ അതിന്റെ കൂടെ നമുക്ക് വരുന്ന കാര്യമാണ്. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ അതിൽ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി. അതല്ലാതെ ഒരു ഗോൾ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗോൾ ഇത്രയും ടഫ് ആണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗോൾ ഇത്രയും ലൈറ്റ് ആണ് എന്നുള്ള ഇല്ല. ആ ഒരു ഗോളിനെ ടഫ് ആക്കുന്നതൊക്കെ നമ്മുടെ മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ്, ഇതെല്ലാം ചേർന്നിട്ടാണ്. താങ്ക് യു മാം. മാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. കേൾക്കുന്നുണ്ട് മാം. ഇത് റിലേറ്റഡ് ആയിട്ട് സൂമിൽ വന്നൊരു കോളാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. കവിത, കൊടുങ്ങല്ലൂർ GHSലെ CPO ആണ്, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ആണ്. കവിത ചോദിച്ചിരിക്കുന്നത്, ഇതില് പാരന്റ്സിന്റെ ഒരു ഓവർ ഇൻഫ്ലുവൻസ് ഈ കുട്ടികളിൽ കോൺഫിഡൻസ് കുറയുന്നതിന്റെ ഒരു ഫാക്ടർ ആണോ? ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഗോളിനെ കുറിച്ച് കോൺഷ്യസ് ആകുന്നതില് കുട്ടികളുടെ കോൺഫിഡൻസ് കുറയുന്നതിൽ പേരന്റ്സിന്റെ ഓവർ ഇൻഫ്ലുവൻസ് ഒരു ഫാക്ടർ ആണോ? ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ട് വേർഡ് ഓവർ ഇൻഫ്ലുവൻസ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ശരിക്കും ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതും ആ സ്വപ്നങ്ങൾ നമ്മൾ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു രീതിയിൽ സ്വപ്നം കാണണമെങ്കിൽ നമുക്ക് ഒരു കുടുംബത്തിനകത്ത് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും, അതുപോലെ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യാനും ആ ഗോളിലേക്ക് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് ചിലപ്പോൾ പഠനത്തിന്റെ രൂപത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പറ്റിയുള്ള ഒരു വിഷൻ ഫോം ചെയ്യുന്നതിന്റെ രൂപത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട്, അങ്ങനെ എന്ത് കാര്യവും ആയിരിക്കാം. അപ്പൊ അത് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് ആണ്, അതല്ലെങ്കിൽ ഒരു പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നഡ്ജാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഓവർ ഇൻഫ്ലുവൻസ് വരുന്നത് വഴി ചില കാര്യങ്ങളിലെങ്കിലും ഒരു കുട്ടിയെ ലിമിറ്റ് ചെയ്യാൻ നമ്മൾ
പലപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരു കുട്ടി സ്വയം ഒരു വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉള്ള അതല്ലെങ്കിൽ സ്വപ്നം കാണാൻ ധൈര്യപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി മനസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ എന്താണ് എന്നുള്ളത് കാണാൻ ശ്രമിക്കാതെ നമ്മൾ അതിനേക്കാൾ ചെറിയൊരു ടാർഗറ്റ് ആ കുട്ടിക്ക് കൊടുക്കുന്നു. അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യം അമ്മയുടെയും അച്ഛൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ ലിമിറ്റ് ചെയ്യും. അങ്ങനെയുള്ള നിരവധി എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഒരു ജോലിയുടെ ഭാഗമായിട്ടും ഒരുപാട് എക്സാമ്പിൾസ് അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഞാനൊരു ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും അറിയില്ല, അതും ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നില്ല. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും സ്വാർത്ഥരാണ്. പക്ഷെ എന്നാൽ പോലും ഒരു ശരിക്കും ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വന്നേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇത് നമ്മുടെ ഈ ടോക്ക് FB-യിൽ ലൈവായിട്ട് പോകുന്നുണ്ട്. മിഷൻ ബെറ്റർ ടുമോറോയുടെ FB പേജിൽ ലൈവായിട്ട് പോകുന്നുണ്ട്. FB-യിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സൈസാറിനോടായിരിക്കും ചോദിക്കും. സാറ് പറഞ്ഞിരുന്നു മറ്റേ ഗോള് മാറി മാറി വരുന്നതിനെ കുറിച്ച് ആലീസ് ഇൻ വണ്ടർലാൻഡിലെ സ്റ്റോറി എക്സാമ്പിൾ വെച്ചിട്ട് സൈസാർ പറഞ്ഞിരുന്നു. അപ്പം അതിനകത്ത് ഇത് ചോദ്യം ഇതാണ്, കിരൺ K ചോദിച്ചേക്കുന്നത്, നമ്മുടെ ഒരുപാട് ഗോളുകൾ ലക്ഷ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും. ഇതിൽ നിന്ന് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ബേസിക് ക്വാളിറ്റി എന്താണ്, ബേസിക് ഫോക്കസ് എന്തായിരിക്കണം? ഓക്കെ, എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഉത്തരം ഒരു കഥയായിട്ട് പറയാം. ഈ കഥയിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പല കഥകളിലും പലരും പറയാറുണ്ട്. പക്ഷെ ഞാൻ അത് സത്യമാണോന്ന് അറിയില്ല. ശ്രീരാമസ്വാമി പരമഹംസ സ്വാമിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹമാണോ ഈ ക്യാരക്ടർ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിനോട് ഒരാൾ പോയിട്ട് ചോദിച്ചു, എന്താണ് സക്സസ്, എങ്ങനെയാണ് ഞാൻ വിജയിക്കുക, ഞാൻ എങ്ങനെ ഒരു കാര്യത്തിൽ വിജയിക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, നാളെ രാവിലെ 4 മണിക്ക് വാ എന്ന് പറഞ്ഞു. 4 മണിക്ക് ഈ കുട്ടി വന്നപ്പോ ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി വന്നപ്പോ സ്വാമി ഗംഗാ നദിയിൽ നിൽക്കുകയാണ്, കുളിക്കുകയാണ്. ആ സമയത്താണ് ആ കുട്ടി വന്നത്. അപ്പൊ കുട്ടിയോട് ഗംഗാ നദിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിക്കഴിഞ്ഞ് കുട്ടി അടുത്തെത്തിയപ്പോൾ സ്വാമി ആ കുട്ടിയെ പിടിച്ച് വെള്ളത്തിൽ മുക്കി താത്ത്. അപ്പൊ കുട്ടി ആപ്പാടെ പെടഞ്ഞ് വല്ലാതെയായി. ആ സമയത്ത് അദ്ദേഹം കുട്ടിയെ റിലീസ് ചെയ്തു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് വെള്ളത്തിനടിയിലായിരുന്നപ്പോ എന്തായിരുന്നു നിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ നിനക്ക് എന്താ വേണ്ടിയിരുന്നത്? അപ്പോൾ ഞാനൊരു ശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. സോ ഐ വാസ് സ്ട്രൈവിങ് ഫോർ മൈ ബ്രത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണ് വിജയത്തിന്റെയും ലക്ഷ്യത്തിന്റെയും ഏറ്റവും വലിയ ബോധം. നിങ്ങൾ എന്താണോ ഉള്ളത് അതിനുവേണ്ടി നിങ്ങൾ 100% സ്ട്രൈവ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് യു ആർ സ്ട്രൈവിംഗ് ഫോർ യുവർ ബർത്ത്, യു വിൽ അച്ചീവ്. അതാണ് നമുക്ക് ചോദിക്കേണ്ട ചോദ്യം. അതാണ്, ഞാൻ ഫിക്സ് ചെയ്ത ഗോള് എനിക്ക് ബ്രത്ത് പോലെ എനിക്ക് സിഗ്നിഫിക്കന്റ് ആണോ? അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് നേരത്തെ ഞാൻ പറഞ്ഞൊരു ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നാച്ചുറലി വിൽ ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും അദ്ദേഹം പറഞ്ഞതായിരിക്കും ഒരുപക്ഷെ ഇത് ഏറ്റവും നല്ല ഒരു ലക്ഷ്യബോധത്തിലേക്കുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. മേക്ക് ഷുവർ ദാറ്റ്, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ഹാബിറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇനി പേരൻസിന് എല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഒരു ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള അതൊരു ഹാബിറ്റ് ആക്കാൻ കഴിയുകയാണെങ്കിൽ then it automatically നമ്മുടെ എല്ലാ മാനിഫെസ്റ്റേഷൻസിലും അത് വരിക തന്നെ ചെയ്യും. എക്സലന്റ് സാർ, എക്സലന്റ്. താങ്ക് യു ഫോർ ദാറ്റ് എക്സലന്റ് ആൻസർ സാർ. അത് ഇത്രയും ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടൊരു ആൻസർ ഇതിലും ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടൊരു ആൻസർ അതിന് കൊടുക്കാനില്ല സാർ. നമുക്ക് സമയം തീരുകയാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടെ എടുക്കാം. നമുക്ക് സൂമിൽ വന്നൊരു കോളാണ്. നമ്മൾ ഗോൾ അവയർനെസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാറിനോടും ചോദിക്കുന്നത്, ഗോൾ അവയർനെസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്രത്തോളം റെലവെന്റ് ആണ്? നമ്മുടെ ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടൊരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഗോളുകളെ കുറിച്ച് അവയർനെസ് ആകുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ ഹൗ മച്ച് ഈസ് ഇറ്റ് റെലവെന്റ് ഇൻ ബീങ് അവെയർ അബൌട്ട് ദ ഗോൾ? ഒരു വലിയ പരിധി വരെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അഫക്ട് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പുതിയ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഇൻഡിവിജ്വലിനെ ഒരുപാട് ലിബറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 20 കൊല്ലം മുമ്പ് ഒരു കുട്ടിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്നതാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ട്. ഇന്ന് അതല്ല. ഇന്ന് നമുക്ക് ഇപ്പൊ നിങ്ങൾക്കൊരു ഫിലിം മേക്കർ ആവണം എന്ന് വിചാരിക്കുക. ഒരു ഫിലിം മേക്കർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഒക്കെ വേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു ക്യാമറയും ഉണ്ട്. ഒരു നല്ല വെബ് സീരീസിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നമുക്ക്
ഉണ്ടാക്കിയെടുത്ത് ലോകം മുഴുവൻ കാണിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു വലിയ പരിധി വരെ നേരത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും at different points of time we need to ask the question that can I actually do something more than that. അതിന് ഏറ്റവും വലിയ അത്യാവശ്യമുള്ളത് വായനയാണ്. നമ്മുടെ വായനയും നമ്മുടെ ചുറ്റുപാടുമുള്ള അത് വായന എന്ന് പറയുമ്പോൾ അത് ഫിക്ഷൻ ആവാം, അല്ലെങ്കിൽ മറ്റുള്ള നോൺ ഫിക്ഷൻ ആവാം. പക്ഷെ വായനയാണ് പലപ്പോഴും നമ്മുടെ ലിമിറ്റേഷൻസ് നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക. അതുകൊണ്ട് ഒരു സാമൂഹിക പശ്ചാത്തലം നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു എക്കണോമിക് പശ്ചാത്തലം ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ആ റിസോഴ്സുകൾ ഉപയോഗിച്ച് നമ്മുടെ ഈ വീക്ക്നെസ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് പലതും പെർസീവ്ഡ് വീക്ക്നെസ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശക്തമാകാൻ കഴിയുക എന്നതാണ്. ലോകത്ത് ഇന്ത്യ എന്ന രാജ്യത്തിന് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റില് സാറ്റലൈറ്റ് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ 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 ഒരു റോക്കറ്റ് സയൻസിൽ ഇന്ത്യക്ക് ഏറ്റവും മുമ്പിൽ എത്താൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു തിങ്കിങ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ അതിനെ ആ കൺസ്ട്രെയിൻഡ് തിങ്കിങ് നിന്ന് മാറിയത് കൊണ്ടാണ്. അതാണ് നമ്മുടെ ഓരോരുത്തരും എനിക്ക് തോന്നുന്നു മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ വേറെ ഈ ലോട്ട് ഓഫ് നെഗറ്റീവ് പുറത്ത് കാണുന്നതെല്ലാം നമുക്കൊരു നെഗറ്റീവ് ഒരു പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് നമ്മുടെ ചുറ്റും നോക്കുക, നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും ലിമിറ്റേഷൻ ആണോ നോക്കുക, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് ചിലത് ഹാർഡ് കൺസ്ട്രെയിന്റ് ആയിരിക്കും, പക്ഷെ പലതും സോഫ്റ്റ് കൺസ്ട്രെയിൻസ് ആയിരിക്കും. അത് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് സോൾവ് ആവും. ഓക്കെ, താങ്ക് യു സാർ. ഒരു വൺ ലാസ്റ്റ് ക്വസ്റ്റിനുള്ള സമയമുണ്ട്. ഡിക്സൺ ചെറുവത്തൂർ സൂമിൽ ചോദിച്ച ചോദ്യമാണ്. മാം അനുഭവം മാം പറഞ്ഞായിരുന്നു നമ്മുടെ ആദ്യം മുതൽ മാം എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്തതെന്നും മാമിന്റെ ഗോളിനെ കുറിച്ച് അവെയർ ആയതും ഗോളിനെ കുറിച്ച് കോൺഷ്യസ് ആയതിനെ കുറിച്ച് മാം പറഞ്ഞായിരുന്നു. അപ്പം ഡിക്സൺ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ പലരും വളരെ വൈകിയാണ് ഗോള് സെറ്റ് ചെയ്യുന്നത്. ഗോളിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്നെസിന്റെ അഭാവമാണോ അത് എങ്ങനെ, അതിനൊരു മാറ്റം എങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിക്സൺ ചെറുവത്തൂർ ചോദിക്കുന്നത്. ഓക്കെ, എല്ലാ വ്യക്തികളും ഒരേ സമയം ആകണമെന്നില്ല അവർക്കുള്ള ഒരു പ്രധാന ഗോൾ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ഗോൾ എന്നുള്ളത് പെർസ്യൂ ചെയ്യുന്ന ആളുകളും അല്ല മനുഷ്യരെന്നാ തോന്നുന്നത്. അപ്പൊ വിവിധ തരത്തിലുള്ള ഗോളുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല സമയത്ത് പല പ്രയോറിറ്റി അനുസരിച്ച്, പല സമയത്ത് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്, പല ആവശ്യങ്ങൾ അനുസരിച്ചിട്ട്, പല സ്പാർക്കുകൾ അനുസരിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു വളരെ നേരത്തെ തന്നെ ഒരു സെറ്റ് ചെയ്യുന്ന ഒരു ഗോൾ ആയിരിക്കണം എന്നല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സ്ലൈറ്റ്ലി ലേറ്റ് ആയി എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ ഗ്രോത്തിന്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സമൂഹത്തെ എത്രത്തോളം സഹായിക്കോ അതിനൊന്നും ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് അത്ര ഡയറക്റ്റ് ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം തന്നെ ഒരു ഗോൾ ഒരു വ്യക്തി സെറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വിഷൻ ഉണ്ടാക്കി കൊടുക്കാൻ, അത് സ്വന്തം കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതിലാണെങ്കിലും ഏതൊരു കാര്യത്തിലും ആവട്ടെ, അതിനൊരു സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ, അതിന് ഇപ്പൊ ചെറുപ്പത്തിലാണെങ്കിൽ ഒരു 18 വയസ്സ് വരേക്ക് നമ്മളൊരു ഫ്രീ തിങ്കർ ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ തീരുമാനത്തിൽ ചില മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു ജുവനൈലിനെയും ഒരു മുതിർന്ന ഒരു വ്യക്തിയെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെ ആ ഒരു ഫാക്ടറാണ്. ഒരു ഫിസിക്കൽ ഡിഫറൻസ് പോലെ തന്നെയുള്ള ഈ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കൂടിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ വ്യക്തിയെ എയ്ഡ് ചെയ്യേണ്ട വ്യക്തികളുടെ അഭാവം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് സമയത്തിന് ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പൊ അതിന് ശരിക്കും ഒരു എഫേർട്ട് എടുക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ വെൽവിഷേഴ്സ് ആണ്. വെൽവിഷേഴ്സ് എന്നുള്ളൊരു വാക്ക് ഞാൻ യൂസ് ചെയ്യാൻ കാരണം പാരന്റ്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, അതല്ലെങ്കിൽ മറ്റു റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, അങ്ങനെ ആരും ആകാം. അപ്പൊ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സപ്പോർട്ടും ആ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഒരു ചെറുപ്പത്തിലേ നമ്മൾ ചെയ്യേണ്ടതാണ്. അത് പല രൂപത്തിലാകാം. ആ ഒരു കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയുടെ അടുത്ത് എന്താണ് ആഗ്രഹം, ഏത് മേഖലയിലേക്ക് പോകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ച് അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രധാനമായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോ മ്യൂസീഷ്യൻ ആകണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ഒരു മ്യൂസിക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സ്കൂളിൽ സാധാരണ നമ്മുടെ കൺവെൻഷണൽ കരിക്കുലം വഴി കിട്ടുന്നില്ല. അപ്പൊ അതിന് പുറത്തുനിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തിനും കൂടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഒരു നേരത്തെ
ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. ഞാനിപ്പോ ജോലി ചെയ്യുന്നൊരു വകുപ്പ് എന്ന നിലയിലും കൂടെ നമുക്കൊരു കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഒരു കുട്ടികളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അതുപോലെ തന്നെ അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ UN കൺവെൻഷനിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ആ ഒരു ചിന്തയിലേക്കും ആ ഒരു പ്രവൃത്തിയിലേക്കും ആ ഒരു കുട്ടി എത്തണമെങ്കിൽ ആ കുട്ടിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരു വലിയൊരു വിഭാഗത്തിനും പാരന്റ്സ് ഉള്ള കുട്ടികളായതുകൊണ്ട് തന്നെ സാധിക്കുന്നുണ്ട്. ഇനി അതല്ല, പാരന്റ്സ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ സമൂഹം തന്നെ തീർച്ചയായിട്ടും ഉയർന്നുകൊണ്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ലേറ്റ് ആയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു കുട്ടിയെ മാത്രം നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടിക്ക് ചുറ്റുമുള്ള ഒരു ചെറിയൊരു സമൂഹത്തിനും കൂടെ അത് ഷേപ്പ് ചെയ്യുന്നതിലും സെറ്റ് ചെയ്യിക്കുന്നതിലും ഒക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഇതെല്ലാം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും ഒരു ചിലർക്ക് ആ ഒരു മോട്ടിവേഷൻ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇറ്റ് ഡസന്റ് മീൻ അങ്ങനെ ഒരു ലേറ്റ് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരാള് ഒരു ഫെയിലിയർ ആണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. താങ്ക് യു മാം. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇനി പക്ഷെ നമ്മുടെ സമയം അവസാനിക്കുകയാണ് ഇവിടെ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിന്റെ മിഷൻ ബെറ്റർ ടുമോറോയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ ഉണ്ടാവും. അതിന്റെ താഴെ ഇനിയും ചോദ്യങ്ങൾ നിങ്ങൾ കേട്ട് ചോദ്യങ്ങൾ വരാം. അത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് മറുപടി തരുന്നതായിരിക്കും. സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് മിഷൻ ബെറ്റർ ടുമോറോയുടെ രഞ്ജിത്ത് വാര്യരെ ക്ഷണിക്കുന്നു. താങ്ക് യു. താങ്ക് യു ആനന്ദ്. എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആനന്ദ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ആ പാരഗ്രാഫ് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. Somebody has asked, if I can take the liberty to ask Anupama madaminodu, somebody has asked, madam, what is your next goal? എന്നൊരു ചോദ്യം somebody has popped up. So if you don't mind, in a very short time ഒന്ന് പറയാമോ? ലൈക്ക് എൻ്റെ ഒരു സിവിൽ സർവീസിനെ ഈ ഒരു സിവിൽ സർവീസിൽ എത്താന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഒരു ഫാക്ടർ ഞാൻ പറയാം. ഞാൻ ഇനീഷ്യലി അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഫാമിലി അറിയപ്പെടുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്. അപ്പോ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിവിൽ സർവീസ് അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി എന്നുള്ളതിനൊക്കെ മുമ്പ് വന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു രാജ്യത്തിന് വേണ്ടി പോരാടി. ഇനി മുന്നോട്ട് നമ്മുടെ രാജ്യത്തിന് ആ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ പറയുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ശരിക്കും വീട്ടിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ചോദിച്ചിരുന്നു. ഇപ്പൊ ഒരു തമാശ രൂപേണ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആവായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ തീരെ ചെറുതാവുമ്പോൾ സംസാരിക്കുമായിരുന്നു. ശരിക്കും ആ ഒരു ചിന്തയിൽ നിന്നാണ് ഒരു പബ്ലിക് സർവീസ് എന്ന നിലയിലും ഒക്കെ ചിന്തിക്കാൻ സാധിച്ചത് എനിക്ക്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വെറും 10 വർഷം മാത്രമേ ഞാൻ ഈ ഒരു ജോലിയിൽ സെർവ് ചെയ്തിട്ടുള്ളൂ. അതിലൊന്നും ഒരു ചെറിയ ഓരോ മൊമെന്ററി ആയിട്ടുള്ള ചില സിറ്റുവേഷനിൽ ചില റെസ്പോൺസുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിലെനിക്ക് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ഒരു കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് എനിക്ക് ചെയ്തുകൊണ്ട് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് എനിക്ക് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന സമയത്താണ്. കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതിരുന്ന സമയത്ത് അതിനെ ആദ്യമായിട്ട് ഇത് ബിൽഡ് ചെയ്തെടുത്ത് ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ചെയ്ത് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് ലാബൊക്കെ സെറ്റപ്പ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു മറ്റ് പലയിടത്തും എനിക്കിത് പറ്റിയിട്ടില്ല. അത് എന്റെയും കൂടെ ഫെയിലിയർ ആണ്. കാരണം ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസ്യൂ ചെയ്ത് കണ്ടെത്തണം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഗോള് മുന്നോട്ട് ഒരുപാടുണ്ട്. അത് ആകെയുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ഏരിയയിൽ ഞാൻ എന്നെ ഷേപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. കാരണം ആസ് എ സിവിൽ സർവന്റ് എനിക്ക് ഏത് മേഖലയിലാണ് ഒരു അസൈൻമെന്റ് കിട്ടുന്നത് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒരു നല്ല ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റണമെന്നാണ്. അപ്പൊ അത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ അത് ചെയ്യാൻ നോക്കാറുണ്ട്. താങ്ക് യു മാഡം. വെരി വെരി റിലവന്റ്ലി സെഡ് വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പോലെ. ഞാൻ ആലോചിക്കായിരുന്നു ഈ കഴിഞ്ഞ സെഷൻ പവർ ഓഫ് ഡ്രീംസിൽ ദാറ്റ് സെഷൻ ടുക്ക് us all in the air. നമ്മളെല്ലാവരും സ്വപ്നം കാണാനും അങ്ങനത്തെ കാര്യങ്ങൾ പ്രേരിപ്പിക്കാനുള്ള ഒരു സെഷൻ ആയിരുന്നു പവർ ഓഫ് ഡ്രീംസ്. പക്ഷെ അതിന്റെ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഇന്നത്തെ സെഷൻ ഇറ്റ് മെയ്ഡ് ഓൾ ഓഫ് us ബി സീറ്റഡ്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സേഫ് പറഞ്ഞതുപോലെ ലോട്ട് ഓഫ് ഗുഡ് ഇൻസൈറ്റ്സ് ദാറ്റ് വി ഓൾ ഗോട്ട് ഫ്രം ദിസ് സെഷൻ. വളരെയധികം ടേക്ക് അവേസ് ഉണ്ടായിരുന്ന ഒരു സെഷൻ. രണ്ടുപേരും കൂടെ the kind of experience both of them shared, the kind of exposure that both of them shared, വളരെയധികം നന്ദിയുണ്ട് രണ്ടുപേർക്കും. Like how rightly they said, setting goals അല്ലെങ്കിൽ goals എന്ന് പറയുന്നത് not necessarily has to be a big thing.
It could be a small goal, it could be a short-term goal, it could be small milestones, eventually which success മാത്രമല്ല വളരെയധികം സന്തോഷവും കൂടെ നമുക്ക് തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാവാം നമ്മുടെ ഗോൾസ്. അറ്റ് ദ സെയിം ടൈം സജി സാർ പറഞ്ഞ പോലെ യു ഷുഡ് നോട്ട് ബി കംപ്ലസന്റ്. ഒരു ചെറിയൊരു കാര്യം അച്ചീവ് ചെയ്തുകൊണ്ട് ദാറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ഇറ്റ്. ഞാൻ വിജയൻ സാറിനോട് ഷെയർ ചെയ്യായിരുന്നു, ഒരു വൈൽ യു ആർ സെയിങ് ദിസ്, ഒരു ചെറിയ കാര്യം മനസ്സിൽ തോന്നിയത്, ഈ ഉസൈൻ ബോൾട്ടിന്റെ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നുണ്ട്, എവറി ടൈം ദാറ്റ് ഹി അച്ചീവ്സ് ഹിസ് വേൾഡ് റെക്കോർഡ്, അടുത്ത വർഷവും ഓടാൻ വരുമ്പോൾ കഴിഞ്ഞ വർഷം വേൾഡ് റെക്കോർഡ് ഓൺ ചെയ്തു അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ കിട്ടി എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നോട്ട് നെസസറി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അദ്ദേഹത്തിന് മുൻപരിഗണന ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഹീസ് നോട്ട് ബീൻ മെയ്ഡ് ടു, അദ്ദേഹത്തിന് 10-20 മീറ്ററോ മുമ്പിൽ കൊണ്ട് നിർത്താനൊന്നും പോകുന്നില്ല. ഹി വിൽ അഗെയിൻ ഹാവ് ടു റീസ്റ്റാർട്ട് ഫ്രം വെയർ ഹി സ്റ്റാർട്ടഡ് ആൻഡ് പുട്ട് ഇൻ ദാറ്റ് സെയിം എഫേർട്ട്. അത് കഴിഞ്ഞ വർഷം ഇട്ട അത്രയും തന്നെ എഫേർട്ട് ഓർ ഈവൻ മോർ ദാൻ ദാറ്റ് എഫേർട്ട് ഇട്ടിട്ട് വേണം ഈ വർഷവും ഗോൾഡോ അല്ലെങ്കിൽ അടുത്ത വേൾഡ് റെക്കോർഡോ സെറ്റ് ചെയ്യാൻ. So it is, you should not be complacent എന്നുള്ള message is very well conveyed by both of them. It has to be achieved over and over again. It has to be consistent. And like how we Saji sirന്റെ ആ ലാസ്റ്റ് സ്റ്റോറിയിൽ പറഞ്ഞ പോലെ, we become what we think about. നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ ആ എഫേർട്ട് ഇട്ടിട്ട് ഫോക്കസ്ഡ് ഗോളിൽ ഇത് ചെയ്യാമെങ്കിൽ വി ആർ ഡെഫിനറ്റ്ലി ബൗണ്ട് ടു റീച്ച് ദാറ്റ് ഗോൾ. ഒരിക്കൽ കൂടെ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ടു സജി സർ ആൻഡ് അനുപമ മാഡം ഫോർ ദി ഗ്രേറ്റ് ടൈം. നിങ്ങൾ രണ്ടുപേരും തിരക്ക് ഞങ്ങൾക്ക് വളരെയധികം എല്ലാവർക്കും അറിയാവുന്നതാണ്. On behalf of Mission Better Tomorrow, on behalf of Nanma Foundation, on behalf of all SPC cadets, on behalf of all the viewers, നമുക്ക് ഇന്ന് വളരെയധികം ഫേസ്ബുക്ക് വ്യൂവേഴ്സ് ഇന്നത്തെ സെഷനിലുണ്ട്. very more than what we had for the last 3 weeks. Thank you so much. It shows how valuable your presence made felt today. Thank you so much. രണ്ടുപേർക്കും വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി on behalf of all of us. നമ്മുടെ for the information of viewers, നമുക്ക് നെക്സ്റ്റ് സെഷൻ is going to be on conflict management എന്ന് പറയുന്ന സെഷനാണ് അടുത്ത വെള്ളിയാഴ്ച. സെയിം ടൈം, സെയിം വെബ് പേജ്. ഓൾറെഡി പോസ്റ്റർ കണ്ടു. ഫിലിം മേക്കർ അഞ്ജലി മേനൻ ആൻഡ് ഡോക്ടർ അരുൺ ബി നായർ ആണ്. Don't miss this talk show next week also. A humble request എല്ലാവരോടും ഉള്ളത്, please share this with all your school friends, with all your college friends, your residents, PTA associations-ന്റെ ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പുകളാവാം, പറ്റാവുന്നിടത്ത് ഷെയർ ചെയ്യുക, ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യുക. Something that MBT is trying to bring to each one of the youngsters or to each one of y'all, that to make a difference in life, to make a difference during this challenging times of COVID. So I request each one of y'all to please share the good word that you have experienced. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെക്സ്റ്റ് ഫ്രൈഡേ സെയിം പ്ലേസ്, സെയിം വെബ് പേജ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ആനന്ദ്, ബാക്ക് ടു യു ആനന്ദ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ സെഷൻ കഴിയുകയാണ്. അപ്പം നെക്സ്റ്റ് വീക്ക് രഞ്ജിത്ത് പറഞ്ഞ പോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഇതേ സ്ഥലത്ത് വീണ്ടും ജോയിൻ ചെയ്യാം. താങ്ക് യു ഓൾ.